നിങ്ങൾക്കെല്ലാവർക്കും ദ പീനട്ട് ബട്ടർ ഫാൽക്കൺ എന്ന സിനിമ ഓർമ്മയുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഡൗൺ സിൻഡ്രോം ഉള്ള ഒരു ചെറുക്കനും ടൈലർ എന്ന പേരുള്ള ഒരാളും കൂടെ രക്ഷപ്പെടാനായിട്ട് നടത്തുന്ന ഒരു വലിയ യാത്ര. ആ യാത്രയിൽ അവർ പല ആളുകളെ കണ്ടുമുട്ടുന്നു, പല ജീവിതങ്ങൾ ജീവിക്കുന്നു. എല്ലാം കൂടിയായിട്ട് നമ്മൾ അന്ന് അപ്ലോഡ് ചെയ്തപ്പോൾ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമ. അതുപോലൊരു സിനിമയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഈ ഒരു സിനിമയുടെ പോസ്റ്റർ കണ്ടപ്പോൾ എനിക്ക് എന്തോ ഈ സിനിമ ചെയ്യാൻ തോന്നിയില്ല. മറ്റ് രണ്ട് സിനിമകൾ ചെയ്യാനായി ഈ സിനിമ ചെയ്യാതെ വെച്ചു. അവസാനം ഈ സിനിമ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു നല്ല സിനിമയാണ് ഞാൻ ഇത്രയും കാലം മെയിൻ ചെയ്യാതെ പോയതെന്ന്. എന്തായാലും നമ്മൾ ഇന്ന് ആ സിനിമയാണ് കാണാൻ പോകുന്നത്. ഈ സിനിമയുടെ ഒരു വൺ ലൈൻ എന്താന്ന് വെച്ചാൽ, എല്ലാ തരികിടകളും അറിയുന്ന ഒരു കുട്ടപ്പൻ അവനൊരു പുതിയ വീട്ടിലേക്ക് വരികയാണ്. ആ പുതിയ വീട്ടിലേക്ക് അവൻ എന്തുകൊണ്ടാണ് വരുന്നത്, എങ്ങനെയാണ് വരുന്നതെന്നെല്ലാം നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാക്കാം. എന്തായാലും ആ വീട്ടിൽ വെച്ച് അവന് സംഭവിക്കുന്ന കാര്യങ്ങളും പിന്നെ അങ്ങോട്ട് സംഭവിക്കുന്ന കാര്യങ്ങളും എല്ലാം കൂടിയാണ് സിനിമയിൽ കാണിക്കുന്നത്. ഈ സിനിമ കണ്ട് സമയം വെറുതെ ആയെന്ന് ഒരിക്കലും തോന്നില്ല. അതെന്തായാലും ഞാൻ ഉറപ്പ് തരാം. പിന്നെ ഒരു കാര്യം കൂടെ, ഈ സിനിമയുടെ ക്ലൈമാക്സ് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. നിങ്ങൾ ഇതുവരെ ഇതുപോലുള്ളൊരു സിനിമയിൽ ഇന്ദമാതിരി ക്ലൈമാക്സ് കണ്ടിട്ടുണ്ടാവില്ല. എന്നാൽ പിന്നെ നമുക്ക് 2016 റിലീസ് ചെയ്ത ഹണ്ട് ഫോർ ദ വൈൽഡർ പീപ്പിൾ എന്ന സിനിമയുടെ കഥ കേൾക്കാം. സിനിമ തുടങ്ങുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ള കാടും മലയും എല്ലാം കടന്നുകൊണ്ട് ഒരു പോലീസ് കാർ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ പോലീസ് കാറിൽ ഒരു ചെറിയ പയ്യനും ഇരിക്കുന്നുണ്ട് അതിൻ്റെ തൊട്ടു പിന്നിലെ സീറ്റിൽ. എന്തായാലും അവർ കുറേ യാത്ര ചെയ്ത് പുല്ലുകൾക്കെല്ലാം ഇടയിലുള്ള നല്ല ഭംഗിയുള്ളൊരു വീട്ടിലേക്കാണ് ചെന്നെത്തുന്നത്. നല്ല ഭംഗിയുള്ളൊരു വീട്. അങ്ങനെ ആ കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് ആ പയ്യനെ നമ്മൾ കാണുന്നത്. അവൻ്റെ പേര് റിക്കി എന്നാണ്. അവൻ കാറിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ ആ വീട്ടിലുണ്ടായിരുന്ന ആൻറ്റി ഓടി വന്ന് അവനെ കെട്ടിപ്പിടിക്കും. ഇവിടെ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ റിക്കി എന്ന പയ്യൻ അനാഥാലയത്തിൽ ജീവിക്കുന്ന ഒരു പയ്യനാണ്. ഈ വീട്ടിലെ ആൻറ്റിക്കും അങ്ങേരുടെ ഹസ്ബൻഡിനും ആണെങ്കിൽ ഇത്ര പ്രായമായിട്ടും ഇതുവരെ കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ റിക്കി എന്ന പയ്യനെ അവർ ദത്തെടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് അവനിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. എന്നാൽ അവനാണെങ്കിൽ ഈ വീടും വീട്ടുകാരെയും ഒന്നും വലിയ ഇഷ്ടമായിട്ടില്ല. അവനതൊന്നും മെയിൻറ്റെയിൻ ചെയ്യാതെ ആ വീട് ചുറ്റി കാണാനായിട്ട് പോവുകയാണ്. എന്നാൽ ഇതേ സമയത്താണ് അനാഥാലയത്തിൽ നിന്ന് അവനെ കൊണ്ടുവന്ന അമ്മച്ചി അവൻ്റെ ഗുണഗണങ്ങളെല്ലാം പറയുന്നത്. കടയിൽ നിന്ന് സാധനങ്ങൾ കട്ടെടുത്ത് ഓടുക, പാലത്തിൻ്റെ മേലെ നിന്ന് താഴെക്കൂടെ പോകുന്ന ആളുകളെ മേലേക്ക് തുപ്പുക, ഇതൊക്കെയാണ് അവൻ്റെ പരിപാടികൾ. ഇങ്ങനെ കുറേ പരിപാടികളുണ്ട്. നിർത്തിയിട്ട വണ്ടി എടുത്ത് ഓടിക്കുക, ഇതെല്ലാം അവൻ്റെ ഹോബിയാണ്. എന്നിരുന്നാലും അവൻ്റെ ഗുണഗണങ്ങളെല്ലാം കേൾക്കുമ്പോഴും ആൻറ്റിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ആൻറ്റിയുടെ പേര് ബെല്ല എന്നാണ്, ബെല്ല ആൻറ്റി. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വീട് ചുറ്റിക്കാണാൻ പോയ റിക്കി അതുപോലെ തന്നെ തിരിച്ചു വന്ന് കാറിൽ കയറിയിരിക്കുക. അവൻ അനാഥാലയത്തിലേക്ക് തന്നെ തിരിച്ചു പോയാൽ മതി എന്നാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ അവന് അനാഥാലയത്തിലേക്ക് തിരിച്ചു പോകാൻ വലിയ ഇഷ്ടമൊന്നുമില്ല. എന്നിരുന്നാലും ഇവിടേക്ക് എത്തിയിട്ടും ഈ വീടും അവന് കാര്യമായിട്ട് ഇഷ്ടമായില്ല. അതുകൊണ്ട് തന്നെയാണ് അവൻ തിരിച്ചു പോകുന്നത്. എന്നാൽ അവനെ കൊണ്ടുവന്ന അമ്മച്ചി അവൻ്റെ അടുത്തേക്ക് വന്ന്, ഇതാണ് നിന്റെ പുതിയ വീട്, നീ ഇവിടെയാണ് ജീവിക്കേണ്ടത്, നിനക്കിനി തിരിച്ചു പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അവനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി വണ്ടിയിൽ നിന്ന് പുറത്തിറക്കും. അന്നേരമാണ് കുറച്ച് ദൂരെ നിന്ന് ആൻറ്റിയുടെ ഹസ്ബൻഡ് ഒരു പന്നിയും കൊന്ന് തോളി വെച്ചോണ്ട് അങ്ങോട്ട് വരുന്നത്. അങ്ങനെ കുറച്ച് പ്രായമായിട്ടുണ്ട്. ബെല്ല ആൻറ്റി ഇതുപോലൊരു പയ്യനെ ദത്തെടുത്തൊന്നും അങ്ങേർക്ക് കാര്യമായിട്ട് ഇഷ്ടമായിട്ടൊന്നുമില്ല. അങ്ങനെ അതൊന്നും മെയിൻ ചെയ്യില്ല. അപ്പോഴാണ് ഓർഫനേജിൽ അമ്മച്ചി പറയാ, അങ്ങേരുടെ കയ്യിൽ ഗണ്ണൊക്കെ കാണുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഇവൻ അങ്ങേരുടെ അടുത്തേക്ക് കൂടുതൽ അടുപ്പിക്കേണ്ടതാണ്. കൂടെ തന്നെ അവനെ കുറിച്ചുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ കൂടെ പറയും. ഇവന് റിട്ടേൺ ഒന്നുമില്ല. പിന്നെ 3 ആഴ്ച കൂടുന്നേരം ഞങ്ങൾ ഇവിടെ വന്ന് നോക്കും ഇവന്റെ ജീവിത ശൈലി എങ്ങനെയാണെന്ന് നോക്കാൻ. അവൻ നല്ലപോലെ അല്ല ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവനെ തിരിച്ചു കൊണ്ടുപോകും. പിന്നെ ഇവനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കി വെക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾ വിളിച്ചാൽ മതി, ഞങ്ങൾ ഇവനെ പിടിച്ച് കൊണ്ടുപോയിക്കോളാം എന്ന് പറയും. അങ്ങനെ അവർ കാറിൽ കയറിയിട്ട് അവിടുന്ന് പോകും. അന്നേരം അമ്മച്ചി ദൂരെ നിൽക്കുന്ന ഹസ്ബൻഡിനെ കാണിച്ചിട്ട്, ഇനി മുതൽ അതാണ് നിന്റെ അങ്കിളെന്ന് പറയുന്ന നേരം അവൻ അങ്കിളെന്നൊന്നും വിളിക്കുന്നില്ല. അങ്ങേരും അവിടുന്ന് പറയുന്നുണ്ട് അവനെ കൊണ്ടൊന്നും അതിന് പറ്റൂല എന്ന്. എന്തായാലും രാത്രി അവർ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന നേരം അങ്കിൾ അവനോട് ചോദിക്കും, നിനക്ക് കൃഷി എന്തെങ്കിലും ചെയ്യാൻ അറിയുമെന്ന്. എന്നാൽ അവൻ കൃഷിയെന്ന് കേട്ടിട്ട് പോലും ഇല്ലാന്ന് തോന്നുന്നു. അവനൊന്നും ശ്രദ്ധിക്കുന്നില്ല. ബെല്ലാൻറ്റി പറയും അവൻ അവിടെ ഇരുന്നോട്ടെ, അവന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും ചോദിക്കേണ്ട, അവൻ ഭക്ഷണം കഴിച്ചോട്ടെ എന്ന്. എന്നാൽ ഇഷ്ടപ്പെടാത്ത റിക്കി അവിടുന്ന് എഴുന്നേറ്റ് റൂമിലേക്ക് തന്നെ ചെല്ലും. തൊട്ടു പിന്നാലെ ആൻറ്റി അവൻ്റെ റൂമിൻ്റെ മുന്നിൽ ചെന്ന്, നീ ഇതൊന്നും കേട്ട് വിഷമിക്കല്ലേ, നിനക്ക് എന്തിനും ഞാനുണ്ട്, നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആൻറ്റിയോട് പറഞ്ഞാൽ മതിയെന്നും പറഞ്ഞ് അവസാനം ഒരു ഗുഡ് നൈറ്റും പറഞ്ഞ് റൂമിൽ നിന്ന് തിരിച്ചു വരും. എന്നാൽ അന്ന് രാത്രി ആകുന്നേരം റിക്കി അവൻ്റെ കെട്ടും പാണ്ടങ്ങളും ഒക്കെ എടുത്ത് അന്ന് രാത്രി തന്നെ വീട്ടിൽ നിന്ന് സ്ഥലം കാലിയാക്കും, അവിടുന്ന് മുങ്ങും. അങ്ങനെ പോകുന്ന വഴിക്കാണ് അവന് നല്ല ഉറക്കം വരുന്നത്. അവൻ അവിടെ തന്നെ കിടന്നുറങ്ങും. പിറ്റേന്ന് രാവിലെയാണ് അവനെ എഴുന്നേൽക്കുന്നത്. ഒരു പട്ടി വന്നാണ് അവനെ വിളിക്കുക. അവൻ്റെ ഹുഡിയുടെ തൊപ്പിയാണെങ്കിൽ അവൻ്റെ തലയിലേക്ക് ഇട്ട് സിബിട്ട് കഴിഞ്ഞാൽ അവന് നല്ലപോലെ ഉറങ്ങാനും പറ്റും. ആ സിബ് അഴിച്ചു നോക്കുമ്പോഴാണ് കാണുക തൊട്ട് മുന്നിൽ തന്നെ ആൻറ്റി വന്നിരിക്കുന്നത്. നീ എന്തിനാണ് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്, നിനക്ക് ഇവിടെ തന്നെ നിന്നാൽ പോരെ, നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാം, പോയിട്ട് ഭക്ഷണം കഴിക്കാം. ഭക്ഷണം എന്ന് കേൾക്കുന്ന നേരം അവനും ആൻറ്റിയുടെ തൊട്ട് പിന്നാലെ തന്നെ ചെല്ലും. അങ്ങനെ അങ്കിളിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങേരോട് സംസാരിക്കാനായിട്ട് അവൻ ശ്രമിക്കുന്നുണ്ട്. എന്നിരുന്നാലും അങ്ങേര് അതൊന്നും കാര്യമാക്കുന്നില്ല. അങ്ങേര് പറയും, എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കണം, എൻ്റെ അടുത്ത് ഒന്ന് പോയി തന്നാൽ മതി കുട്ടി പിശാശയെന്ന്. അങ്ങനെ അവിടുന്ന് നേരെ അവൻ ആൻറ്റിയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. ആൻറ്റി ആണെങ്കിൽ കാട്ടിൽ നിന്ന് കുറച്ച് ജീവികളെല്ലാം ഷൂട്ട് ചെയ്ത് കൊന്നിട്ട് ഇവിടുന്ന് ഭക്ഷണം വെക്കാനുള്ള
രക്ഷപ്പെടാനുള്ള പരിപാടിയെല്ലാം തുടങ്ങുകയാണ്. റിക്കിയെ കാണുന്ന നേരം ചോദിക്കും, നീ എന്തായി രക്ഷപ്പെടാൻ വിചാരിച്ചിട്ട് രക്ഷപ്പെടാതിരുന്നേ? അതിനവൻ പറയും, പോയ സമയത്താണ് ഞാൻ എന്തോന്ന് എടുക്കാൻ മറന്നു പോയത്, അതുകൊണ്ടാണ് ഞാൻ തിരിച്ചിങ്ങോട്ട് തന്നെ വന്നതെന്ന്. അങ്ങനെ അവിടെ ഒരു ജീപ്പിലിരിക്കുന്ന അവൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം എല്ലാം കണക്കിലെടുത്ത് അവനെക്കുറിച്ച് തന്നെ ഒരു കവിത പാടും, ഒരു ഹൈക്കു കവിത. ഹൈക്കു കവിത എന്ന് പറഞ്ഞാൽ അതിലാകെ 2-3 വരിയെ കാണൂ, പക്ഷെ അതിൽ വലിയ ഇമോഷൻസ് ഉണ്ടാകും. അവൻ ആ കവിത പാടി കഴിയുന്ന നേരം ആൻറ്റിയും അവനെക്കുറിച്ച് മറ്റൊരു കവിത പാടിക്കൊടുക്കും. അങ്ങനെ അവർ സംസാരിച്ച് വലിയ കൂട്ടായി. ആൻറ്റിയാണ് അവൻ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യാന്നെല്ലാം പഠിപ്പിച്ചു കൊടുക്കുക. അവന് ഷൂട്ട് ചെയ്യാൻ പഠിപ്പിച്ച് കൊടുക്കുമ്പോൾ തന്നെ അവനതെല്ലാം പഠിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് അവർ നേരെ ചെല്ലുന്നത് വേട്ടയാടാനാണ്. അങ്ങനെ ഒരു മലയുടെ മേലേക്ക് നായക്കുട്ടിയായിട്ട് ചെല്ലുന്ന നേരം പെട്ടെന്ന് നായ എന്തിനെയോ കണ്ട് പിന്നാലെ ഓടിച്ചെല്ലും. ആൻറ്റി ആണെങ്കിൽ തൊട്ടു പിന്നാലെ തന്നെ പന്നി പന്നി എന്നും പറഞ്ഞ് നായയുടെ തൊട്ടു പിന്നാലെ ഓടിച്ചെല്ലും. നായയാണെങ്കിൽ ഓടിച്ചെല്ലുന്ന ഒരു വലിയ പന്നിയുടെ അടുത്തേക്കാണ്. ആ പന്നിയെ കാണുമ്പോൾ തന്നെ കത്തിയെടുത്ത് ചാടി വീണ് അതിനെ കുത്തി 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 കൊന്നുകളയും. കൊന്നുകളയുന്ന നേരം മേലെ ചോരയില്ലായിട്ട് അവനെ നോക്കിയിട്ട് പന്നിയെ കിട്ടി എന്ന് പറഞ്ഞ് ചിരിക്കും. അത് കാണുന്ന റിക്കിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ബോധം കെട്ട് താഴെ വീഴും. അന്ന് തന്നെയാണെങ്കിൽ നമ്മുടെ റിക്കിയുടെ ബർത്ത്ഡേ കൂടിയാണ്. ബെല്ല ആൻറ്റി ആണെങ്കിൽ അന്ന് രാത്രി അവനൊരു കേക്കെല്ലാം ഉണ്ടാക്കിയിട്ട് അവൻ്റെ ബർത്ത്ഡേ കഴിക്കും. അവൻ്റെ പേരെല്ലാം വെച്ച് ആൻറ്റി അവന് നല്ലൊരു പാട്ട് പാടി കൊടുക്കും. അത് കേൾക്കുമ്പോൾ അവനും നല്ല സന്തോഷമാകും. അവനും ആ പാട്ട് ഏറ്റുപാടും. എന്നാൽ അങ്കിളിന് ഇതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ അത് കാര്യമാക്കുന്നില്ല. അങ്ങനെ കേക്ക് കട്ടിങ് എല്ലാം കഴിയുന്ന നേരം അവനായി അവർ നല്ലൊരു ഗിഫ്റ്റ് തന്നെ കൊടുക്കും. അവന് നല്ലൊരു നായക്കുട്ടിയാണ് കൊടുക്കുന്നത്. അതിനെ കാണുമ്പോൾ തന്നെ അവന് വലിയ സന്തോഷമായി. അവർക്കാണെങ്കിൽ ഇതുപോലൊരു ചെറിയ പയ്യനെ സന്തോഷം കണ്ട് അതിലും വലിയ സന്തോഷം. അവരിപ്പോൾ ഒരു അച്ഛനും അമ്മയും ആയ പോലെയാണ് അവർക്ക് തന്നെ തോന്നുന്നത്. അന്ന് രാത്രി റിക്കിയെ കിടത്തി ഉറക്കാനായിട്ട് ഇരിക്കുന്ന നേരം ആൻറ്റി അവനോട് ചോദിക്കും, ഈ നായക്കുട്ടിക്ക് നീ എന്ത് പേരാണ് ഇടാൻ പോകുന്നതെന്ന്. അതിനവൻ പറയാ ട്യൂപ്പെക് എന്നാണ് പേരിടാൻ പോകുന്നതെന്ന്. അത് എന്ത് പേരാന്ന് ചോദിക്കുന്ന നേരം അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട റാപ്പറിന്റെ പേരാണ് ട്യൂപ്പെക്. എന്തായാലും തിരിച്ചു വരാൻ നേരം ഇനിയും നീ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടല്ലേ എന്ന് പറഞ്ഞ് ആൻറ്റി അവനെ ഒരു മുത്തം കൊടുത്തിട്ടാണ് തിരിച്ചു വരിക. അതെല്ലാം കാണുന്ന നേരം അവന് നല്ല സന്തോഷമായി. കാരണം അവൻ്റെ അമ്മയെയും അച്ഛനെയും അവൻ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരമ്മയുടെയും അച്ഛൻ്റെയും സ്നേഹം ഇതുവരെ അവന് കിട്ടിയിട്ടുമില്ല. ഇപ്പോഴാണ് അവൻ അതെന്താന്ന് കുറച്ചെങ്കിലും അറിയുന്നത്. അതുകൊണ്ട് തന്നെ അവൻ ഇവിടുന്ന് എങ്ങോട്ടും പോകുന്നില്ല എന്ന് വിചാരിക്കും. അങ്ങനെ പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുന്നവൻ അവൻ്റെ ട്യൂപ്പെക് നായയുടെ കൂടെ കളിച്ചോണ്ടിരിക്കുകയാണ്. കുറേ സമയം കഴിഞ്ഞ് അവൻ വീടിനടുത്തേക്ക് വരുമ്പോഴാണ് അങ്കിള് താഴെ കിടന്ന് കരയുന്ന കാണുക. അതെന്താന്ന് നോക്കുമ്പോഴാണ് മനസ്സിലാവുക, നമ്മുടെ ആൻറ്റി മരിച്ചു. ആൻറ്റിയുടെ ബോഡിയുടെ മേലെ കിടന്നാണ് അങ്കിൾ ഇങ്ങനെ കരയുന്നത്. കുറച്ചെങ്കിലും സ്നേഹം എന്താന്ന് അവൻ ഇപ്പോഴായിരുന്നു അറിഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അപ്പം തന്നെ അത് മാഞ്ഞു പോവുകയും ചെയ്തു. എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൻറ്റിയുടെ മരണച്ചടങ്ങാണ്. പള്ളിയിലച്ഛനാണെങ്കിൽ അപ്പാപ്പനായി നല്ല നല്ല മോട്ടിവേഷനുകളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന റിക്കിക്ക് അതൊന്നും മനസ്സിലാവുന്നില്ല. അവനിതെല്ലാം ആദ്യമായിട്ടാണെന്നാണ് തോന്നുന്നത്. പള്ളിയിലച്ഛൻ പറയും, നമ്മൾ എപ്പോഴും ഒരു റൂമിൽ പെട്ടി കിടക്കുന്ന നേരം നമ്മുടെ റൂമിൻ്റെ ഡോറിനപ്പുറത്തായിട്ട് ഒന്നുണ്ടാകും. അതെന്താന്ന് ചോദിക്കുന്ന നേരം റിക്കി പറയും, വെജിറ്റബിൾസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണോ എന്ന്. അച്ഛൻ പറയും, അതൊന്നുമല്ല, ജീസസ് യേശു നമ്മുടെ കൂടെ ഉണ്ടാകും. പക്ഷെ അങ്കിളിന് അവിടെ കൂടുതൽ ഇരിക്കാൻ പറ്റില്ല. പെട്ടെന്ന് തന്നെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന് അവർ രണ്ടുപേരും കൂടെ കാറിൽ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. വരുന്ന വഴിക്ക് കാർ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് അങ്കിൾ കുറേ സമയം കരയും. എന്തായാലും തിരിച്ച് വീട്ടിലെത്തി അന്ന് രാത്രി അവൻ അങ്കിളിന് ഭക്ഷണം എല്ലാം ഉണ്ടാക്കി കൊടുക്കും. അപ്പോഴാണ് അങ്കിള് അവനായിട്ട് വന്നൊരു കത്ത് കാണിച്ചു കൊടുക്കുക. അവനത് വായിച്ചു നോക്കും. അനാഥാലയത്തിൽ നിന്ന്, ഓർഫനേജിൽ നിന്ന് വന്നൊരു കത്താണത്. ആൻറ്റി മരിച്ചത് കൊണ്ട് തന്നെ അവനെ തിരിച്ചു കൊണ്ടുപോകാനായിട്ട് അവർ വരുമെന്ന് പറഞ്ഞിട്ടുള്ളൊരു കത്താണത്. ആ കത്ത് കാണുന്ന നേരം അവൻ പറയും, എനിക്ക് തിരിച്ചു പോകാൻ ഇഷ്ടമല്ല. അങ്കിള് പറയും, നീ തിരിച്ചു പോകാതെ നിനക്ക് തിരിച്ചു പോയേ പറ്റൂ, നിനക്ക് ഇവിടെ ജീവിക്കാനൊന്നും പറ്റില്ല എന്ന് പറയുന്ന നേരം അവൻ പറയും, ഞാൻ ഇവിടെ ജീവിച്ചോളാം, അവരെന്നെ നല്ലപോലെ ഒന്നും നോക്കില്ല, അവരെപ്പോഴും കുട്ടികളെ ഉപദ്രവിക്കുക മാത്രമേ ഉള്ളൂ, നിങ്ങൾ എന്നെ ഒന്ന് നോക്ക്, നിങ്ങൾക്ക് എന്നെ നോക്കിക്കൂടെ എന്ന് ചോദിക്കുന്ന നേരം അപ്പൂപ്പൻ അതൊന്നും സമ്മതിക്കുന്നില്ല. കുറച്ച് കഴിയുന്ന നേരം അവൻ ചോദിക്കും, ഈ നാട്ടിൽ ഇഷ്ടം പോലെ സ്ത്രീകളില്ലേ, അതിലേതെങ്കിലും ഒരു സ്ത്രീയെ നിങ്ങൾക്ക് കല്യാണം കഴിച്ചിട്ടെങ്കിലും എന്നെ ഇവിടെ നിർത്തിക്കൂടെ എന്ന് ചോദിക്കുന്ന നേരം അങ്കിൾ അവനെ ഒന്ന് മിരട്ടി നോക്കും. എന്തായാലും അവൻ ഒരു കാര്യം മനസ്സിലായി, അവൻ എങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിട്ടും കാര്യമല്ല, അവനെ തിരിച്ചയക്കും എന്നുള്ളത്. അന്ന് രാത്രിയാണെങ്കിൽ അങ്കിള് ആൻറ്റിയുടെ ചിതാഭസ്മം പെട്ടിയിലാക്കിയിട്ട് എടുത്ത് വെക്കുന്നുണ്ട്. അത് കാണുന്ന അവൻ ചോദിക്കും, നിങ്ങൾ എന്തിനാണ് അത് പെട്ടിയിലാക്കി വെക്കുന്നത്, അവർക്ക് ആകാശത്തേക്ക് പോകേണ്ടതല്ലേ, നിങ്ങളത് തുറന്നു വിടുകയല്ലേ ചെയ്യേണ്ടത്. എന്നാൽ ഇതൊന്നും അങ്കിള് മെയിൻറ്റ് ചെയ്യുന്നില്ല. എന്നാൽ അന്ന് രാത്രി തന്നെ അവൻ ആൻറ്റിയുടെ ഗണ്ണും എടുത്ത് ഈ ക്രൂര ലോകത്തിനൊരു കത്ത് എഴുതി അവൻ നാട് വിടാൻ വിചാരിക്കും. എന്നാൽ അവൻ ഇങ്ങനെ ഓടി രക്ഷപ്പെട്ടാൽ ഓർഫനേജിൽ നിന്ന് ആളുകൾ വന്ന് അവനെ തെരഞ്ഞു കണ്ടുപിടിക്കും. അതുകൊണ്ട് തന്നെ അവൻ അവൻ്റെ ഒരു ഡമ്മി ബോഡി അവിടെ ഉണ്ടാക്കി വെച്ച് അത് കത്തിക്കാനാണ് വിചാരിക്കുക. എന്നാൽ ആ ബോഡി കണ്ടാൽ മനസ്സിലാകും അതൊരു ഡമ്മിയാണ്. അതിൻ്റെ തല ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പ്ലേറ്റ് കൊണ്ടാണ്. അതിൻ്റെ വയറ്റിലെല്ലാം വൈക്കോലാണ് കുത്തി നിറച്ച് വെച്ചിരിക്കുന്നത്. അവസാനം അവൻ അത് കത്തിക്കും. എന്നാൽ അതിൻ്റെ കൂടെ തന്നെ ആ സ്റ്റോർ റൂം മുഴുവനായിട്ട് കത്തും. അത് കണ്ട് പേടിച്ച് അപ്പോൾ തന്നെ അവൻ അവൻ്റെ നായയായിട്ട് ട്യൂപ്പെക്കിനായിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. ആ മലമേലെയുള്ള കാട്ടിലെത്തുമ്പോൾ അവൻ അവിടെ തന്നെ ജീവിക്കാമെന്ന് വിചാരിക്കും. അങ്ങനെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണമെല്ലാം കഴിച്ചു കഴിയുന്ന നേരം അവൻ ഷൂട്ട് ചെയ്ത് ജീവികളെല്ലാം കൊല്ലാന്ന് വിചാരിക്കും. കൊല്ലാനെല്ലാം ശ്രമിക്കുന്നുണ്ടെങ്കിലും അവനെ കൊണ്ട് കൊല്ലാൻ പറ്റുന്നില്ല. രാത്രി നല്ലപോലെ തണുക്കുന്ന നേരം ചൂടുവെള്ളം കുടിക്കാനായിട്ട് നമ്മൾ ചൂട് പിടിക്കാനൊക്കെ വെക്കുന്ന ഒരു കവറില്ലേ, ചൂടുവെള്ളം ഒഴിച്ച്, അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അവൻ ആദ്യം അതിൽ വെള്ളം വെച്ച് അത് ചൂടാക്കാൻ വെക്കും. തീ കൊണ്ടിട്ടാണെങ്കിൽ അത് പൊട്ടിപ്പോവുകയും ചെയ്യും, തീ അണഞ്ഞു പോകും. അങ്ങനെ ലക്കും ലഗാനും ഇല്ലാത്തൊരു ജീവിതം. പിറ്റേന്ന് രാവിലെ ആകുന്ന നേരം അവന്
നല്ലപോലെ വിശക്കും. കാണുന്ന എല്ലാം റൊട്ടിയും ചീസും ബർഗറും ഒക്കെയാണ്. അവൻ എന്ത് ചെയ്യുമെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അങ്കിൾ അങ്ങോട്ട് കയറി വരുന്നത്. നീ എങ്ങോട്ടാണോ ചാടിപ്പോയെ, എൻ്റെ കൂടെ തന്നെ തിരിച്ചു പോകാന്ന് പറയുന്ന നേരം അവൻ പറയും നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലല്ലോ, പിന്നെ എന്തിനാണ് ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നതെന്ന്. അങ്കിളിനാണെങ്കിൽ അവനെ എത്ര ഇഷ്ടമല്ലാന്ന് പറഞ്ഞാലും വലിയ ഇഷ്ടമാണ്. കാരണം ഈ ഒരു പ്രായത്തിൽ അങ്ങേർക്കൊരു മകനെ പോലെയാണ് അവൻ. എന്നാൽ അങ്കിളാണെങ്കിൽ തിരിച്ച് വീട്ടിലേക്കല്ല നഗരത്തിലേക്കാണ്, ടൗണിലേക്കാണ് പോകുന്നത്. കാരണം ആൻറ്റി ഇല്ലാതെ അങ്ങേർക്ക് ഇവിടെ ഇനി ജീവിക്കാൻ പറ്റില്ല. എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന റിക്കി അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ എന്തായാലും വരുന്നില്ല, എനിക്ക് നിങ്ങളോട് വെറുപ്പാന്ന് പറയുന്ന നേരം അങ്കിൾ തിരിച്ചു പറയും എനിക്കും നിന്നോട് വെറുപ്പാ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കൊന്നൂടെ എന്ന് ചോദിക്കുന്ന നേരം അങ്കിൾ അവനെ ഒന്ന് ഇരുത്തി നോക്കും. അത് കാണുന്ന നേരം അവൻ പറയും അല്ല എന്നെ കൊല്ലണ്ട, ഞാൻ നിങ്ങളുടെ കൂടെ വന്നോളാന്ന്. എന്തായാലും അവര് രണ്ടുപേരും കൂടെ സിറ്റിയിലേക്ക് യാത്രയായി. കല്ലും മുള്ളും തടാകവും ഒക്കെ കടന്നു പോകുന്ന നേരം റിക്കി അങ്കിളിനോട് ചോദിക്കും ഈ കാട്ടിൽ കൂടെ പോകുന്ന നേരം ശരിയായ വഴി മനസ്സിലാവാൻ കയ്യിൽ മാപ്പൊന്നുമില്ല എന്ന്. അങ്ങേര് പറയും ഈ കാട് മുഴുവനും എനിക്ക് കാണാപ്പാടാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് മാപ്പിന്റെ ആവശ്യമൊന്നുമില്ല എന്ന്. എന്നാൽ അവൻ പറയും നിങ്ങൾക്ക് ശരിക്കും വായിക്കാനൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ടല്ലേ നിങ്ങൾ മാപ്പ് ഉപയോഗിക്കാത്ത. എന്നാൽ അവൻ ആ പറഞ്ഞത് ശരിയാണ്, അങ്കിളിന് വായിക്കാൻ അറിയില്ല, അതുകൊണ്ടാണ് മാപ്പൊന്നും നോക്കാത്തത്. അതിന്റെ പേരിൽ വായിക്കാൻ അറിയാത്ത അങ്കിളെന്നും പറഞ്ഞ് അവൻ കളിയാക്കുന്ന നേരം അങ്കിള് പറയും നീ എന്നെ കളിയാക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല, നിന്റെ വായൊന്ന് പോട്ട്, നീ ഇപ്പൊ എന്നെ അങ്കിളെന്ന് വിളിക്കുന്ന പോലും എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയും. എന്നിരുന്നാലും നമ്മുടെ റിക്കി കളിയാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതിന്റെ ദേഷ്യത്തിൽ അങ്ങേരെ കൈയെല്ലാം ചുരുട്ടി അവൻ അടിക്കാനായിട്ട് ഓടും. പെട്ടെന്നാണ് താഴെ ഉണ്ടായിരുന്ന ഒരു വേരിൽ അങ്ങേരുടെ കാല് കുടുങ്ങിയിട്ട് അങ്ങേരെ അടിച്ച് താഴെ വീഴാം. കാലിന് നല്ലപോലെ ഒരു പൊട്ട് പറ്റിയിട്ടുണ്ട്. ഇനി പെട്ടെന്നൊന്നും എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല. റിക്കി അങ്ങേരെ എടുത്ത് ഒരു മരത്തിനടിയിൽ കൊണ്ടു ചെന്ന് ഇരുത്തുന്ന നേരം അങ്ങേര് പറയും ഇനി കുറച്ച് ദിവസം നമുക്ക് ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്യാം, അല്ലാതെ ഈ പൊട്ടിയ കാലം വെച്ച് എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല. റിക്കി ചോദിക്കും നമ്മൾ എങ്ങനെ ഇവിടെ ജീവിക്കും, എനിക്കിവിടെ കഴിക്കാനൊന്നുമില്ല, ഞാൻ ടോയ്ലറ്റിൽ പോയാൽ തന്നെ എനിക്ക് ടോയ്ലറ്റ് പേപ്പർ പോലും ഇല്ല ഇവിടെ. അങ്കിള് പറയും കാടറിയുന്നവന് കാട്ടിൽ എങ്ങനെ ജീവിക്കണം എന്ന് പറയാം, അത് ഞാൻ നോക്കിക്കോളാന്ന് പറയും. പിന്നെ നിന്റെ ടോയ്ലറ്റ് പേപ്പർ അതിന് പകരം നീ വല്ല ഇലയും വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി എന്ന് പറയുന്ന നേരം അവനത് പറ്റില്ല. ഇതേ സമയത്ത് അവരുടെ വീടുണ്ടായിരുന്നെടുത്ത് ആ ഓർഫനേജിൽ അമ്മച്ചി എത്തി. അവരാണെങ്കിൽ നമ്മുടെ റിക്കിയുടെ ബോഡി അവിടെ കാണുകയും ചെയ്തു. ആ ഫേക്ക് ബോഡി ഇല്ലേ വൈക്കോലെല്ലാം വെച്ചുണ്ടാക്കിയ ആ ബോഡി അവിടെ കാണുകയും ചെയ്തു. ഈ പേട്ടച്ചെറുക്കൻ എന്നെ ഇത് ജീവിക്കാൻ സമ്മതിക്കില്ലല്ലോ എന്ന് അമ്മച്ചി പറയുന്ന നേരം കൂടെയുള്ള പോലീസുകാരൻ പറയും അവൻ മരിച്ചെന്നും പറഞ്ഞ് നമുക്ക് തിരിച്ചു പോയാൽ പോരെയെന്ന്. എന്നാൽ അമ്മച്ചി പറയും നീ എന്ത് പൊട്ടത്തരാടോ പറയുന്നത്, അവന്റെ മോന്തയൊന്നും പറഞ്ഞ് ഈ പ്ലേറ്റ് കാണിച്ചു കൊടുത്താൽ മതിയോ, പെട്ടെന്ന് തന്നെ പോലീസുകാർ എല്ലാവരെയും വിളിക്കി, നമുക്ക് ഇപ്പൊ തന്നെ അവനെ തെരഞ്ഞിറങ്ങാന്ന് പറയും. ഇതേ സമയത്ത് ഇവിടെ റിക്കി തലയിൽ ഒരു ഇലയെല്ലാം വെച്ച് അത് ഹെഡ്സെറ്റ് ആണെന്നും പറഞ്ഞ് അതിൽ നിന്ന് പാട്ട് വരുന്നുണ്ടെന്നും പറഞ്ഞ് അതിനെ ഡാൻസ് ചെയ്യാണ്. ഇതെല്ലാം കണ്ട അങ്കിൾ ഇവനിത് എന്തിന്റെ ഭ്രാന്താന്ന് വിചാരിക്കും. അതേസമയത്ത് അങ്കിളാണെങ്കിൽ ഭാര്യയുടെ ഓർമ്മയെല്ലാം ആന്റിയുടെ ഓർമ്മയെല്ലാം മനസ്സിലേക്ക് വന്നിട്ട് അതിൽ അവളുടെ ചിത്രം വരച്ചോണ്ടിരിക്കുകയാണ്, ആന്റിയുടെ ചിത്രം വരച്ചോണ്ടിരിക്കുകയാണ്. എന്നാൽ സമയം പോകുന്നതിനനുസരിച്ച് അവർക്ക് വിശക്കുന്ന നേരം റിക്കി പെട്ടെന്ന് തന്നെ ഞാൻ വേട്ടയാടി വരാമെന്ന് പറഞ്ഞ് ഗണ്ണുമായിട്ട് കാട്ടിലേക്ക് ഇറങ്ങും. എന്നാൽ ഒന്നിനെയും അവന് പിടിക്കാൻ പറ്റില്ല. അവസാനം ഒരു കിളിയെ കണ്ടതിനെ ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്ന നേരം താഴെ ഉണ്ടായിരുന്ന ഒരു കുഴിയിലേക്കാണ് വീഴുക. അങ്ങനെ എല്ലാം കഴിഞ്ഞ് കുറച്ച് ഇലയും പറിച്ചുകൊണ്ടാണ് അവൻ തിരിച്ചെത്തുന്നത്. നീ കഴിക്കാനായിട്ട് എന്താണ് കൊണ്ടുവന്നതെന്ന് അങ്കിള് ചോദിക്കുന്ന നേരം സലാഡ് ഉണ്ടെന്ന് പറഞ്ഞ് അവൻ ആ ഇല കാണിച്ചെടുക്കും. എന്നാൽ അങ്കിളിന്റെ കയ്യിൽ നിന്ന് ഒരു മീനിനെ കാണിച്ചു കൊടുക്കും. അങ്കിൾ എപ്പോഴോ മീനെ പോയി പിടിച്ചു കൊണ്ടുവന്നു. അങ്ങനെ അന്ന് രാത്രി അവർ രണ്ടുപേരും കൂടെ ആ മീനിനെയും ചുട്ട് അതും കഴിച്ചോണ്ടിരിക്കും. ഈ സമയത്തെല്ലാം റിക്കി അങ്കിളിനോട് വലിയ വലിയ കഥകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്കിൾ ഇപ്പോൾ ഭാര്യ ഇല്ലാതെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ആയതുകൊണ്ട് തന്നെ അവൻ അങ്കിളിനെ സമാധാനിപ്പിക്കാനായിട്ട് അവന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ട് അവന്റെ കൂടെ ഇപ്പൊ ഇല്ല, അവൻ മരിച്ചോന്ന് പോലും എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ രണ്ടുപേരും കൂടെ കിടന്നുറങ്ങി. അങ്ങനെ ഇപ്പൊ 5-6 ദിവസം കഴിഞ്ഞു. അങ്കിളിന്റെ കാലാണെങ്കിൽ ഏറെക്കുറെ റെഡിയായി. കാലിനെല്ലാം വെച്ച് കെട്ടി അവർ അവിടെ നിന്ന് പോകാന്ന് വിചാരിക്കും, സിറ്റിയിലേക്ക് പോകാന്ന് വിചാരിക്കും. അങ്ങനെ യാത്ര ചെയ്തവര് കാട്ടിൽ വേട്ടയാടാൻ വരുന്ന ആളുകളുടെ ഒരു ഷെൽട്ടറിലാണ് ചെന്നെത്തുക. ഈ ഷെൽട്ടർ നമ്മുടെ അങ്കിളിനും അറിയാം, അങ്കിളും ഇവിടെ വന്ന് താമസിക്കുന്നതാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ അതിന്റെ അകത്തേക്ക് കയറി ചെല്ലും. അവിടെയുള്ള ചുമരിൽ നോക്കുന്ന നേരം അവരെ കുറിച്ചുള്ള ന്യൂസുകൾ വരെ വന്നിട്ടുണ്ട്. അങ്കിളിനാണെങ്കിൽ വായിക്കാൻ അറിയാത്തോണ്ട് തന്നെ റിക്കിയെ കാണിച്ചു കൊടുക്കും. അങ്ങനെ അവൻ വന്നത് വായിച്ചു കൊടുക്കും. ആ ന്യൂസിൽ പറയുന്നത് അങ്കിളിന്റെ ഭാര്യ മരിച്ചു പോയതുകൊണ്ട് തന്നെ അങ്ങേർക്ക് മാനസികമായിട്ട് ഭ്രാന്തായി ഇപ്പോഴാ റിക്കി എന്ന പയ്യനെ അങ്ങേര് തട്ടിക്കൊണ്ടുപോയിരിക്കാന്നൊക്കെയാണ് പറയുന്നത്. ഇത് കേൾക്കുന്ന അങ്കിളാണെങ്കിൽ ആകെ പേടിക്കും. അവനെ എങ്ങനെയും രക്ഷിക്കണമെന്ന് മാത്രമേ അങ്കിൾ വിചാരിച്ചിട്ടുള്ളൂ. എന്നിരുന്നാലും സിറ്റിയിലെത്തിയിട്ട് കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കാന്ന് വിചാരിക്കും. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കാട്ടിലേക്ക് വേട്ടക്ക് പോയ വേട്ടക്കാര് അങ്ങോട്ട് കയറി വരുന്നത്. അവർക്ക് അങ്കിളുമായിട്ട് പരിചയം ഉണ്ടായതുകൊണ്ട് തന്നെ കൂടുതൽ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. എന്നിരുന്നാലും നമ്മുടെ ടീമിനെ കാണുമ്പോൾ പറയും നിങ്ങളിപ്പോൾ ഫേമസ് ആയല്ലോ, ന്യൂസിലൊക്കെ കാണുന്നുണ്ട്. അതിന് അങ്കിള് പറഞ്ഞു കൊടുക്കും ഇവൻ കാട്ടിലേക്ക് ഇറങ്ങി ഓടി രക്ഷപ്പെടാൻ, പിന്നെ ഞാനാണ് അവനെ പിടിച്ച് തിരിച്ച് കൊണ്ടുവരുന്നത്. പക്ഷെ ന്യൂസുകാരൊക്കെ വേറെ എന്തൊക്കെയോ ആണ് പറയുന്നത്. എന്നാൽ ആ വേട്ടക്കാര് അങ്കിള് പറയുന്നത് വിശ്വസിക്കില്ല. അങ്ങേര് ഇവനെ ദുരുപയോഗം ചെയ്യാനായിട്ട് കൊണ്ടുപോകാന്നുള്ള രീതിക്കാണ് അവർ സംസാരിക്കുക. അവർ റിക്കിയോട് ചോദിക്കും ഇങ്ങേര് നിന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിച്ചോന്ന്. അതിന് റിക്കി അങ്കിളിന്റെ കാലൊടിഞ്ഞു കിടക്കുന്ന സമയത്ത് മസാജ് ചെയ്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും. അവൻ അതൊന്നും ഇഷ്ടമല്ലായിരുന്നു, എന്നിരുന്നാലും മസാജ് ചെയ്ത് കൊടുത്ത തന്നെയാണ്. എന്നാൽ ഇത് കേൾക്കുന്ന അവര് വിചാരിക്കുക അവൻ അങ്കിളിന്റെ മറ്റേതോ ഒരു ഭാഗത്താണ് മസാജ് ചെയ്ത് കൊടുത്തതെന്നാണ്. അതിനാ വേട്ടക്കാരൻ നിങ്ങളെന്തൊരു നാറിയാന്ന് ചോദിക്കുന്ന നേരം അങ്കിള് പറയും ഞാൻ അങ്ങനെയൊന്നുമല്ല. വേട്ടക്കാരനാണെങ്കിൽ വീണ്ടും നാറിയെന്ന് പറയുന്ന നേരം അങ്കിള് ദേഷ്യം വന്ന് അവനെ പിടിച്ച് താഴേക്ക് വീഴും. അങ്ങനെ 3 വേട്ടക്കാരും കൂടെ നമ്മുടെ അങ്കിളിനെ പിടിച്ച് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് റിക്കി അവന്റെ ഗണ്ണ് പൊട്ടിക്കുക. അങ്ങനെ വേട്ടക്കാര് പേടിച്ചിരിക്കുമ്പോൾ അവൻ അങ്കിളിനെയും എഴുന്നേൽപ്പിച്ച് അവർ രണ്ടുപേരും
കൂടെ പുറത്തേക്ക് ഇറങ്ങി വരും. വേട്ടക്കാർക്കാണെങ്കിൽ അവരെ ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. നമ്മുടെ ടീമാണെങ്കിൽ ഒരു മലയുടെ മേലെ ഓടി ചെന്ന് കയറും. അങ്കിളിനാണെങ്കിൽ ഈ ന്യൂസ് എല്ലാം കണ്ടിട്ട് ഇപ്പോൾ പേടിയാണ്. റിക്കിയെ കൂടുതൽ കൊണ്ട് നടക്കുന്നത് അങ്ങേർക്ക് ജയിലിലേക്ക് പോകാനുള്ള ഒരു വഴിയാണെന്ന് വിചാരിച്ച് അവനോട് പെട്ടെന്ന് തന്നെ പൊയ്ക്കോളാൻ പറയും. എന്നാൽ അവൻ പറയും, അങ്കിള് ഞാൻ നിങ്ങൾ ഒരിക്കലും വിട്ടുപോകില്ല, ഞാനായിട്ട് നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. എന്നാൽ അങ്കിള് പറയും, നീ എന്നെ അങ്കിളെ എന്ന് വിളിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല, നീ എന്നെ ഹെക്ടർ എന്ന് വിളിച്ചാൽ മതി, എൻ്റെ പേര് എന്നെ വിളിച്ചാൽ മതി. അവനതിന് ശരിവെക്കുകയും ചെയ്യും. എന്നാൽ പിന്നെ ഓടിക്കുമെന്നും പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ കുറച്ച് ദൂരം ഓടും. പിന്നെ ആകെ കൂടെ കിതപ്പായിട്ട് നടക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ നടക്കും. ഇതേ സമയത്ത് ഇവരെ കണ്ടുപിടിക്കാൻ അമ്മച്ചി വലിയൊരു പോലീസ് ഫോഴ്സിനെ തന്നെ ഇറക്കിയിട്ടുണ്ട്. മാത്രമല്ല കാടിനകത്ത് എവിടെയെങ്കിലും ഇവരുണ്ടോയെന്ന് കണ്ടുപിടിക്കാൻ ഹെലികോപ്റ്ററുകൾ റൗണ്ട്സ് നടത്തുന്നുണ്ട്. അമ്മച്ചിയും ടീമും ആണെങ്കിൽ ആ വേട്ടക്കാരെ കണ്ടുപിടിച്ച് അവരോട് ചോദിക്കും അവരെല്ലാം എങ്ങോട്ടാണ് പോയെന്ന്. എന്നാൽ അവർക്കും അറിയില്ലല്ലോ അവരെങ്ങോട്ടാണ് പോയെന്ന്. എന്നാൽ ഇതൊന്നും അറിയാതെ നമ്മുടെ ആൾക്കാർ കാട്ടിക്കൂടെ വലിയ യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ പോലും അറിയാതെ വലിയ ന്യൂസിൽ വരെ അവരിപ്പോൾ വരുന്നുണ്ട്. നമ്മുടെ ആൾക്കാർ ഇതൊന്നും അറിയുന്നില്ല. റിക്കിക്കാണെങ്കിൽ മോഷണത്തിൽ നല്ല പിടിപാടുള്ളത് കൊണ്ട് തന്നെ ഷൂ പോയാലും ഭക്ഷണത്തിന് എന്തെങ്കിലും കുറവ് വന്നാലും അതിലൊന്നും പ്രശ്നമല്ല. അടുത്തുള്ള ഏതെങ്കിലും ഷെൽട്ടറിൽ ചെന്ന് അതെല്ലാം കട്ടെടുത്ത് കൊണ്ടുവരും. അങ്ങനെ വേട്ടയാടിയും ഭക്ഷണം കഴിച്ചും അവരിപ്പോൾ കുറേ ദിവസം കാട്ടിക്കൂടെ തള്ളി നീക്കി. അങ്ങനെ അവരിപ്പോൾ എത്തിയിട്ടുള്ളത് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലത്താണ്. അവിടെ നിന്ന് ആൻറ്റിയെക്കുറിച്ച് റിക്കി ചോദിക്കുന്ന നേരം അങ്കിള് പറഞ്ഞു കൊടുക്കും, അവൾ കഷ്ടപ്പെടുന്ന ആളുകളെ എല്ലാവരെയും രക്ഷപ്പെടുത്താനായിട്ട് സഹായിക്കാനായിട്ട് മനസ്സുള്ളവളായിരുന്നു. എന്തിന് ഞങ്ങൾ ഇത്രയും കാലം ജീവിച്ചിട്ട് ഞങ്ങൾ തമ്മിൽ സൗന്ദര്യപ്പണക്കല്ലാതെ വലിയ വഴക്കൊന്നും ഉണ്ടായിട്ടില്ല. അത്രയും വലുതായിരുന്നു അവളുടെ മനസ്സ്, ഗോൾഡൻ ഹാർട്ടായിരുന്നു അവൾക്ക്. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് അങ്കിൾ ആകെ വിഷമിക്കുകയാണ്. അങ്കിൾ വിഷമിക്കുന്നത് നമുക്കല്ലാത്ത സമയമൊന്നും മനസ്സിലാവില്ല. പക്ഷെ അങ്ങേര് ഭാര്യയെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് അങ്ങേർക്ക് എത്രത്തോളം വിഷമുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും വീണ്ടും അവിടുന്ന് അവർ യാത്രയായി. അങ്ങനെ കുറേ ദൂരം പോയിട്ട് അവരിപ്പോൾ ഒരു കാട്ടിലാണ് എത്തിപ്പെട്ടിരിക്കുന്നത്. ഇപ്പൊ സത്യം പറഞ്ഞാല് അങ്കിളിന് വഴി അറിയില്ല, കാട്ടിൽ കൂടെ എങ്ങോട്ട് പോകണം എന്നുള്ള വഴി അറിയില്ല. റിക്കിയാണെങ്കിൽ അവൻ കട്ട് കൊണ്ടുവന്നിരുന്ന ഒരു മാപ്പിൽ നോക്കുന്നേരം അവനും മനസ്സിലാവുന്നില്ല എങ്ങോട്ടാണ് പോണ്ടതെന്ന്. അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തില് വംശനാശം സംഭവിച്ചു എന്ന് ആളുകൾ വിശ്വസിക്കുന്ന ഒരു കിളിയെ അങ്കിൾ കാണുന്നത്. റിക്കിക്ക് അത് പറഞ്ഞു കൊടുക്കുന്നേരം അവനും കൗതുകം, നമ്മൾ ഇതിന്റെ ഫോട്ടോ എടുത്ത് പുറത്ത് കൊണ്ട് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഫേമസ് ആവാൻ പറ്റില്ലേ? അതേ, ഫേമസ് ആവാൻ പറ്റുമെന്ന് പറയുമ്പോഴാണ് അവൻ ആലോചിക്കുക അവന്റെ കയ്യിൽ ഇപ്പോൾ ഒരു ക്യാമറ ഇല്ല. വേറെ വഴിയൊന്നുമില്ലാതെ അവർ വീണ്ടും മുന്നിലേക്ക് പോകും. അപ്പോഴാണ് ദൂരെയായിട്ട് മറ്റൊരു ഷെൽട്ടർ കാണുന്നത്. എന്നാൽ ആ ഷെൽട്ടറിലേക്ക് നേരെ ചെന്നങ്ങ് കയറാൻ പറ്റില്ല. അതിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവരെ കണ്ടാൽ പെട്ടെന്ന് തന്നെ പോലീസിനെ അറിയിച്ചു കൊടുത്താൽ ഇവരെ പിടിച്ചുകൊണ്ട് പോകില്ലേ. അതുകൊണ്ട് ആദ്യം ഇവിടെ നിന്ന് ഒരു കൊമ്പെടുത്ത് അതിന്റെ മേലേക്ക് വലിച്ചെറിയും. അതിന്റെ ശബ്ദം കേട്ടിട്ടും അതിൽ നിന്ന് ആരും പുറത്തേക്ക് ഇറങ്ങി വരുന്നില്ല. അതിലാരും ഇല്ലാന്ന് മനസ്സിലാവുന്ന നേരം അവർ രണ്ടുപേരും കൂടെ അതിന്റെ അകത്തേക്ക് കയറി ചെല്ലും. അങ്കിൾ റിക്കിയോട് ആവശ്യമുള്ള എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറയുന്ന നേരം അവൻ പോയിട്ട് കുറച്ച് പുസ്തകങ്ങളാണ് കണ്ടുപിടിച്ച് വരിക. അവന് പുസ്തകങ്ങൾ വായിക്കാൻ വലിയ ഇഷ്ടമാണ്. അതൊന്നും അല്ലടോ, കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് അങ്കിൾ ചോദിക്കുന്ന നേരം അവൻ അവിടെ ഉണ്ടായിരുന്ന ഒരു തുണി മാറ്റി നോക്കുമ്പോഴാണ് ഒരാൾ മരിക്കാനായിട്ട് അവിടെ കിടക്കുന്ന കാണുക. അങ്ങേര് മരിച്ചോന്ന് ചോദിച്ചാല് മരിച്ചെന്ന് പറയാം, മരിച്ചില്ല എന്ന് ചോദിച്ചാല് മരിച്ചില്ല എന്ന് പറയാം. അങ്ങേരാണെങ്കിൽ ഒരു വേട്ടക്കാരനൊന്നുമല്ല, ഫോറസ്റ്റ് റേഞ്ചർ ഓഫീസറാണ്. ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ എന്നും റേഞ്ചർ ഓഫീസർ എന്നും രണ്ടും പറയാം. എന്തായാലും പെട്ടെന്ന് തന്നെ അങ്ങേരെ രക്ഷിക്കാൻ ആരെയും കണ്ടുപിടിച്ച് കാര്യം പറയാനായിട്ട് റിക്കി അങ്ങേരെ അയക്കും. പെട്ടെന്ന് തന്നെ തിരിച്ചു വരാനും പറയും. അങ്ങനെ ആളെ അന്വേഷിച്ച് ഓടിപ്പോകുന്ന റിക്കി എത്തിപ്പെടുന്നത് കുതിരപ്പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ അടുത്തേക്കാണ്. അവളെ പെട്ടെന്ന് തന്നെ കാണുന്ന നേരം അവനൊരു രാജകുമാരിയെ പോലെയൊക്കെ തോന്നും. ഒരു റേഞ്ചർ ഓഫീസർ അവിടെ മരിക്കാനായിട്ട് കിടക്കാണ്, എങ്ങനെയും രക്ഷപ്പെടുത്താൻ വഴിയുണ്ടോ എന്ന് അവളോട് ചോദിക്കുന്ന നേരം അവൾ ആദ്യം ഒന്ന് കളിയാക്കും. എന്നിരുന്നാലും അവൻ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലാകുന്ന നേരം അവനെയും കുതിരപ്പുറത്ത് കയറ്റി അവളുടെ വീട്ടിലേക്ക് ചെല്ലും. അങ്ങനെ അവിടെ നിന്ന് അവൾ പുറത്തേക്ക് ആളുകളെ കോൺടാക്ട് ചെയ്യുന്ന നേരം അവർ പറയും രക്ഷിക്കാനായിട്ട് വരാം, പക്ഷെ ഇന്ന് വരാൻ പറ്റില്ല, നാളെ രാവിലെ മാത്രമേ എത്തൂ എന്നാണ് പറയാ. എന്നാൽ അങ്ങനെ ആവുന്നത് ശരിയാവില്ലല്ലോ. അങ്കിളിന്റെ അടുത്ത് പെട്ടെന്ന് തന്നെ തിരിച്ചെത്തുകയും വേണം. അവനാണെങ്കിൽ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിക്കുന്ന നേരം അവൾക്ക് വേറെ വഴിയൊന്നും അറിയില്ല. അവളാണെങ്കിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. എന്തേലും ഒന്നിൽ ഉറച്ചു നിൽക്കില്ല. ഒരു വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരം മറ്റൊരു വിഷയത്തിലേക്ക് ചാടും. അവിടുന്ന് മറ്റൊരു വിഷയം, അങ്ങനെ 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 ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവളുടെ അച്ഛൻ അങ്ങോട്ട് കയറി വരുന്നത്. റിക്കിയെ കാണുമ്പോൾ തന്നെ അങ്ങേരൊന്ന് ഞെട്ടും. അങ്ങേരും ന്യൂസിൽ അവനെ കണ്ടിട്ടുണ്ട്. നീ ആ ന്യൂസിലുള്ള ഫേമസ് പയ്യനല്ലേ, എനിക്ക് നിന്റെ കൂടെ ഒരു സെൽഫി എടുക്കണമെന്ന് പറഞ്ഞ് അവന്റെ അടുത്ത് വന്നൊരു സെൽഫി എടുക്കും. മകളോട് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഒരു സെൽഫി എടുത്തു തരുമെന്ന് ചോദിച്ച് ഫോൺ എടുക്കുന്ന നേരം അവള് പറയും ഇതിന് സെൽഫി എന്നല്ല, സാധാ ഫോട്ടോ എന്നാണ് പറയാ. അങ്ങനെ അവൾ ഓരോ ഫോട്ടോ എടുത്തെടുക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ റിക്കിയെ പിടിച്ച്, റിക്കി എന്നെ പിടിച്ച്, അങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് പല ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ ആ പെൺകുട്ടി ഗിറ്റാറിൽ റിക്കിക്കായിട്ട് ഒരു പാട്ട് പാടി കൊടുക്കും. അവളുടെ പേര് ലൈല എന്നാണ്. അവൾ ഉണ്ടാക്കിയൊരു പാട്ടാന്ന് പറഞ്ഞ് ആരോ എഴുതിയൊരു പാട്ടാണ് അവൾ പാടിക്കൊടുക്കുക. അവളത് സമ്മതിക്കുകയും ചെയ്യും. അങ്ങനെ നല്ല ഭംഗിയുള്ളൊരു പാട്ടൊക്കെ കേട്ട് നമ്മുടെ ആൾ കുറച്ച് നേരം മെല്ലെ മെല്ലെ ഉറങ്ങി അങ്ങനെ അങ്ങ് ഉറങ്ങിപ്പോകും. കണ്ണു തുറക്കുന്ന നേരം അങ്കിള് അവിടെ ഒറ്റയ്ക്കല്ലേ എന്നാണ് അവനെ ആലോചിക്കുക. പെട്ടെന്ന് തന്നെ കുതിരപ്പുറത്ത് അവളുടെ കൂടെ അവൻ എവിടെ വെച്ചാണോ കയറിയത് അവിടെ തന്നെ പോയിട്ട് ഇറങ്ങും. അങ്ങനെ അങ്കിളിന്റെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോഴാണ് മനസ്സിലാവുക ആ ഷെൽട്ടറിൽ പോലീസുകാരെല്ലാവരും എത്തിയിട്ടുണ്ട്. അങ്കിൾ എവിടെയെന്ന് അവിടെ ഇവിടെയും നോക്കുമ്പോഴാണ് ഓർഫനേജിൽ നിന്ന് അവനെ കൊണ്ടുവന്ന അമ്മച്ചി അവൻ കാണുക. അപ്പോഴാണ് അവന് മനസ്സിലാവുക
അവനെ പിടിക്കാനായിട്ട് അമ്മച്ചിയാണ് ഈ പോലീസുകാരെ എല്ലാവരെയും ഇറക്കിയെന്ന്. അവിടെ മരിക്കാനായിട്ട് കിടന്നയാളുടെ ബോഡി കൊണ്ടുപോകുന്ന നേരം അമ്മച്ചി അങ്ങേരോടും ചോദിക്കുന്നുണ്ട്, അവരെവിടെ, ആ തന്തക്കിളവനും ആ പയ്യനും എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അമ്മച്ചി വിചാരിക്കുന്നത് ആ ഫോറസ്റ്റ് റേഞ്ചർ ഓഫീസറെ ഈ അവസ്ഥയിൽ എത്തിച്ചത് അങ്കിളാന്നാണ്. എന്നാൽ കൂടെയുള്ള പോലീസുകാരൻ പറയുന്നുണ്ട് അവരിങ്ങേരെ രക്ഷിക്കാൻ മാത്രമാണ് ശ്രമിച്ചതെന്ന്. അമ്മച്ചി അതൊന്നും ശ്രദ്ധിക്കില്ല. അമ്മച്ചിയെ സഹായിക്കാനായി അവിടേക്ക് പുതിയൊരാൾ കൂടെ വന്നിട്ടുണ്ട്. ഈ പരിധിയിൽ എവിടെയെങ്കിലും വെച്ചൊരു ഫോൺ ഓൺ ആവുകയാണെങ്കിൽ അങ്ങേരുടെ കയ്യിലുള്ള ഒരു ഡിവൈസിൽ അതറിയാൻ പറ്റും. കാരണം റിക്കിയുടെ കയ്യിലൊരു ഫോണുണ്ട്, അത് എവിടെ വെച്ചാലും ഓൺ ആവുകയാണെങ്കിൽ അവനെ കണ്ടുപിടിക്കാമല്ലോ. എന്നാൽ റിക്കി ഇതുവരെ അത് സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുകയാണ്, അവനത് ഓൺ ചെയ്തിട്ടില്ല. അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഫോഴ്സിനെ കാണുന്ന നേരം അവർ നിഞ്ചകളാന്ന് വിചാരിച്ച് പെട്ടെന്ന് തന്നെ അവിടുന്ന് ഓടിപ്പോകും. അവനങ്ങനെ അങ്കിളിനെയും തെരഞ്ഞു നടന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ എല്ലാ വഴി കൂടെയും തെരഞ്ഞു നടക്കും, എന്നാൽ ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഈ സമയം ഓർഫനേജ് അമ്മച്ചിയാണെങ്കിൽ നമ്മുടെ ടീമിനെ കണ്ടുപിടിച്ചാൽ അങ്കിളിനെ എങ്ങനെ കൊന്ന് റിക്കിയെ അങ്ങേരുടെ കയ്യിൽ നിന്നും സേഫാക്കി കൊണ്ടുവരാന്ന് പോലീസുകാർക്ക് എല്ലാവർക്കും ക്ലാസ് എടുത്തു കൊടുക്കും. മാത്രമല്ല ഇപ്പം ന്യൂസ് റിപ്പോർട്ടേഴ്സ് എല്ലാം അവനെ കണ്ടുപിടിക്കാൻ കാട്ടിലേക്ക് വന്നാണ് ന്യൂസ് എല്ലാം എടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അവനെ എങ്ങനെയും കണ്ടുപിടിച്ചാൽ മതി. എന്നിട്ടും കണ്ടുപിടിക്കാൻ പറ്റാതാവുന്ന നേരം പോലീസുകാർ അവരെ കണ്ടുപിടിച്ച് കൊണ്ടുവരുന്ന ആളുകൾക്ക് $10,000 ഓഫർ ചെയ്യും. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ആളുകൾ അവരെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുമല്ലോ. അവർ വിചാരിച്ച പോലെ തന്നെ ഇഷ്ടംപോലെ ആളുകൾ ഇപ്പം നമ്മുടെ ആളുകളെ പിടിക്കാനായിട്ട് നടക്കുന്നുണ്ട്. ഇതേ സമയത്താണ് അങ്കിളിനെ തെരഞ്ഞു നടക്കുന്ന റിക്കിയെ അമ്മച്ചിയും ആ പോലീസുകാരനും കൂടെ കണ്ടുപിടിക്കുക. അവർക്കിടയിൽ ഒരു കിടങ്ങുള്ളത് കൊണ്ട് തന്നെ അവർക്ക് അവൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലാനും പറ്റില്ല. റിക്കി മോനെ, നീ വലിയൊരു അപകടത്തിലാണ് പെട്ടിരിക്കുന്നത്. നീ ഇനിയും മുന്നോട്ട് പോയാൽ വലിയൊരു അപകടമാണ് നിന്നെ കാത്തിരിക്കുന്നത്. നീ ഇങ്ങോട്ട് വാ, നിനക്ക് കഴിക്കാനായി ഞാൻ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടെന്നും പറഞ്ഞ് അതെല്ലാം കാണിച്ചു കൊടുക്കെങ്കിലും അവനത് മെയിൻ ചെയ്യാതെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടും. അങ്ങനെ കുറച്ച് ദൂരം നടക്കുമ്പോഴാണ് കുറച്ച് മേലെ നിന്നായിട്ട് ഒരു വിസിൽ അവൻ കേൾക്കുക. നോക്കുന്നേരം നമ്മുടെ അങ്കിളാണ് അവിടെ നിൽക്കുന്നത്. അങ്ങനെ രണ്ടുപേരും ഇപ്പോൾ ഒരുമിച്ച് കഴിഞ്ഞു. മലയുടെ ചുറ്റും പോലീസുകാർ അവരെ തെരഞ്ഞു പിടിച്ച് നടക്കുന്ന ആയതുകൊണ്ട് തന്നെ അവർ താഴോട്ട് ഇറങ്ങില്ല, മലയുടെ മേലേക്ക് തന്നെയാണ് കയറുക. അങ്ങനെ കുറച്ച് ദൂരം പോകുമ്പോഴാണ് അവർ മിരട്ടി വിട്ടിരുന്ന വേട്ടക്കാരില്ലായിരുന്നോ അവരവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. അവരിവരെ കണ്ടു. എന്നാൽ അപ്പോഴേക്ക് നമ്മുടെ ആളുകൾ അവർക്ക് നേരെ ഗണ്ണ് ചൂണ്ടി. അതുകൊണ്ട് തന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് തന്നെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം താഴെ വെക്കെന്ന് പറയുന്ന നേരം അവരുടെ കയ്യിലാണെങ്കിൽ പ്ലേറ്റുകൾ മാത്രമാണുള്ളത്. അതാണെങ്കിൽ അതും താഴെ വെക്കെന്ന് പറഞ്ഞ് റിക്കി അവരുടെ അടുത്തേക്ക് ചെന്ന് അവരുടെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം എടുക്കും. കൂടെ ഗണ്ണും കൂടെ എടുക്കുന്ന നേരം മൂത്ത വേട്ടക്കാരൻ ചോദിക്കും, ഇതെല്ലാം എടുക്കുന്നതിന് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് തന്നൂടെ, ഒരു 10 ഗ്രാൻഡെങ്കിലും. അതിന് റിക്കി പറയും, 7 ഗ്രാൻഡ് ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളൂ, അത് 10 ആവുന്ന നേരം നിങ്ങൾക്ക് തരാട്ടോ എന്ന്. വേട്ടക്കാരാണെങ്കിൽ ഇവരെ എങ്ങനെയും പിടിച്ചു കൊടുത്ത് $10,000 കയ്യിലാക്കാമെന്ന് വിചാരിച്ച് നിൽക്കായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്കിള് പറയും, അവർ വന്ന് നിങ്ങൾക്കൊക്കെ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ കാട്ടുപോത്ത് വന്ന് നിങ്ങളെ ആക്രമിച്ചാണെന്ന് പറഞ്ഞാൽ മതിയെന്നും പറഞ്ഞ് നമ്മുടെ ആളുകൾ വീണ്ടും യാത്രയായി. പോകുന്ന വഴിയിൽ അങ്കിൾ അവനോട് ചോദിക്കും, നിനക്ക് വലുതായാൽ ആരാണ് ആവേണ്ടതെന്ന്. അതിനവൻ പറയും, എനിക്കൊരു ഗ്യാങ്സ്റ്റർ ആയാൽ മതിയെന്ന്. ഗ്യാങ്സ്റ്റർ ഒന്നും ആവരുത്, അതൊക്കെ രക്തം ചൊരിയുന്ന പരിപാടിയാ, വേറെ എന്തെങ്കിലും പറയാന്ന് പറയും. അതുകൊണ്ട് അവൻ മറ്റൊരാഗ്രഹം പറഞ്ഞ് അത് വളച്ചൊടിച്ച് അതും ഗ്യാങ്സ്റ്റർ ആവണം എന്നുള്ള രീതിയിലാണ് എത്തുക. അതിന് അങ്കിൾ അവനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നായകൾ ദൂരെയായിട്ടൊരു പന്നിയെ കണ്ട് അതിന്റെ പിന്നാലെ ഓടിപ്പോകുന്നത്. തിരിച്ചു വാന്ന് പറഞ്ഞ് അങ്കിൾ അവരുടെ പിന്നാലെ ഓടി ചെല്ലുന്നുണ്ടെങ്കിലും നായകളാണെങ്കിൽ അതിന്റെ പിന്നീന്ന് തിരിച്ചു വരുന്ന ലക്ഷണമൊന്നുമില്ല. അവസാനം ഒരു കിടങ്ങിലേക്കാണ് നായയും പന്നിയും ചെന്ന് ചാടുന്നത്. പന്നിയാണെങ്കിൽ അങ്കിളിന്റെ നായക്കിട്ട് ഒരൊറ്റ ഇടി കൊടുക്കുന്ന നേരം അത് പാതി ജീവനിൽ താഴേക്ക് വീണു. അങ്കിളും റിക്കിയും മേലെ നിന്ന് തുരുതുരാ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും പന്നിക്ക് എവിടെ ഏൽക്കുന്നില്ല. ഇനിയും കാത്തു നിന്നാൽ നായ ഉണ്ടാവില്ല എന്ന് മനസ്സിലാവുന്ന അങ്കിള് കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്ത് പന്നിയുടെ മേലേക്ക് ചാടി വീണ് അതിനെ കുത്തി കൊല്ലാൻ നോക്കും. എന്നിരുന്നാലും അത് ചാവുന്നില്ല. അവസാനം റിക്കിയുടെ നായ ട്യൂപ്പക്കിന്റെ പിന്നാലെ പന്നി ദൂരേക്ക് ഓടിപ്പോകും. അങ്ങനെ ഏറെക്കുറെ എല്ലാം അവസാനിച്ചു എന്ന് വിചാരിക്കുമ്പോഴാണ് പന്നി തിരിഞ്ഞ് അങ്കിളിന്റെ അടുത്തേക്ക് ഓടി വരുന്നത്. അങ്കിള് കയ്യിൽ ആയുധമെല്ലാം വെച്ച് റെഡിയായി നിൽക്കും. പക്ഷേ പന്നിയുടെ ഒരു ഒറ്റയിടി കൊണ്ടാൽ അങ്കിള് പിന്നെ ഉണ്ടാവില്ല. അപ്പോഴേക്ക് നമ്മുടെ റിക്കി നടുവിലേക്ക് ഇറങ്ങി വന്ന് അവന്റെ ഗണ്ണ് ഉപയോഗിച്ച് പന്നിയുടെ തലക്കിട്ട് ഒരൊറ്റ ഷോട്ടാണ്. അത് ചത്തുമലച്ച് അവരുടെ മുന്നിലേക്ക് വീഴും. അങ്കിളിന്റെ നായ ഇനി ജീവിച്ചിരിക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ റിക്കിയുടെ കയ്യിൽ നിന്ന് ഗണ്ണ് വാങ്ങി അങ്ങനെ അതിനെ ഷൂട്ട് ചെയ്ത് കൊല്ലും. റിക്കിക്കാണെങ്കിൽ അത് സഹിക്കാൻ പറ്റില്ല. പക്ഷെ എന്ത് ചെയ്യാൻ, അത് നരകിച്ചില്ലാതാവുന്നതിലും നല്ലത് ഇങ്ങനെ ചെയ്യുന്നല്ലേ. അങ്ങനെ രണ്ടുപേരും കൂടെ നായയെ അടക്കം ചെയ്യും. അതിന്റെ പേര് സാക്ക് എന്നാണ്. അതിന്റെ പേരിൽ ഒരു കല്ലറയെല്ലാം അവർ കെട്ടിവെക്കും. തൊട്ടടുത്തുണ്ടായിരുന്ന നദിയിൽ വന്ന് രണ്ടുപേരും കൈ കഴുകി കഴിയുന്നേരം റിക്കി അവന്റെ കയ്യിൽ സൂക്ഷിച്ച് വെച്ചിരുന്ന ആന്റിയുടെ ചിതാഭസ്മം കയ്യിലെടുക്കും. ഇത് അവിടുന്ന് അവൻ എടുത്തത് അങ്കിളിന് അറിയില്ലായിരുന്നു. എന്നിരുന്നാലും ആ കാര്യത്തിൽ അങ്കിളിന് അവനോട് ദേഷ്യമൊന്നുമില്ല. അവനോട് സന്തോഷം മാത്രമാണ്, ഇഷ്ടം മാത്രമാണ് ഉള്ളത്. കാരണം തിരിച്ചവർ വീട്ടിലേക്ക് തന്നെ ഇനി പോകുന്നില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ തന്നെ ഒഴുക്കാന്ന് അങ്കിളും വിചാരിക്കും. അങ്ങനെ അങ്കിള് ആ ചിതാഭസ്മം പൊടിയെടുത്ത് ആ നദിയിൽ തന്നെ ഒഴുക്കും. അങ്ങനെ വീണ്ടും അവർ നടന്നു പോകുന്നത് മലയുടെ മേലേക്കാണ്. താഴേക്ക് ഇറങ്ങിയാൽ പോലീസുകാരെല്ലാവരും അവരെ പിടിക്കും. പോലീസ് ഫോഴ്സ് വന്നവരെ പിടിക്കും. അതുകൊണ്ടാണ് മേലേക്ക് കയറി ചെല്ലുന്നത്. എന്നാൽ മേലെ എത്തുന്ന നേരം അവിടെയെല്ലാം മഞ്ഞ് വീണാകെ തണുപ്പാണ്. എന്നാൽ പോലീസുകാരും ആ തണുപ്പിൽ തന്നെ അവരെ പിടിക്കാനായിട്ട് ഏറ്റവും മേലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ 1-2 ദിവസം നമ്മുടെ ആളുകൾ അവിടെ തന്നെ എങ്ങനെയും കഴിച്ചു കൂട്ടും. അമ്മച്ചിയും പോലീസുകാരനും ആണെങ്കിൽ നമ്മുടെ ആളുകളെ കണ്ടുപിടിക്കാനായിട്ട് പെരുത്ത അന്വേഷണത്തിലാണ്. എന്നാൽ ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. കൂടെയുള്ള പോലീസുകാരനാണെങ്കിൽ അവരെ കണ്ടുപിടിക്കണം എന്നൊന്നുമില്ല. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് മിച്ചറൊക്കെ തിന്ന് അങ്ങനെ സന്തോഷത്തിൽ നടക്കുകയാണ്. എന്നാൽ ഇവിടെ നമ്മുടെ ആളുകൾ വീണ്ടും യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ദൂരെ നിന്ന് പോലീസ് ഫോഴ്സ് അവരെ കാണുന്നത്. അതോ അവിടെ ഉണ്ട്, അവരെ പിടിക്കുമെന്നും പറഞ്ഞ് അവരെല്ലാവരും ഓടി വരുന്നേരം നമ്മുടെ ആളുകൾ ഓടിച്ചെന്ന് എവിടെയോ ഒരു സ്ഥലത്ത് പുല്ലിന്റെ മറവിൽ
മറവിൽ ഒളിച്ചു നിൽക്കും. പോലീസ് അവരുടെ തലയുടെ മേലെ കൂടെ നടന്നു പോകുന്ന നേരം അവർ വീണ്ടും മല താഴോട്ടിറങ്ങും. ഇനി പോലീസുകാർ ഏറ്റവും മേലെയാണല്ലോ ഉള്ളത്, അതുകൊണ്ട് തന്നെ അവർ നേരെ താഴേക്ക് ഇറങ്ങും. അങ്ങനെ ഒരു നദിയുടെ അടുത്തെത്തുമ്പോഴാണ് നദിയുടെ നേരെ അപ്പുറത്തായിട്ട് കുറച്ച് പുല്ലങ്ങനെ നടന്നു പോകുന്നത്. അതെന്താന്ന് അവർക്ക് മനസ്സിലാവില്ല. പിന്നെയാണ് മനസ്സിലാവുക പുല്ലെല്ലാം കെട്ടിവെച്ചൊരു മനുഷ്യനാണതെന്ന്. നമ്മുടെ ടീം അയാളെ കണ്ടു എന്ന് മനസ്സിലാവുന്ന നേരം അങ്ങനെ ചാടി എഴുന്നേറ്റ് ഇതാണ് ബുഷ്, ഇതാണ് മാൻ, ഞാനാണ് ബുഷ് മാൻ എന്നും പറഞ്ഞ് ചിരിച്ചോണ്ടിരിക്കുകയാണ്. നമ്മുടെ ആൾക്കാർക്ക് മനസ്സിലായി അങ്ങേര് ഒരു അരപ്പിരിയാണെന്ന്. അന്നേരം അങ്ങേര് വിളിച്ചു പറയും, നിങ്ങൾക്ക് സാമിനെ അറിയോ, മലയുടെ മേലെ ജീവിക്കുന്ന സൈക്കോസാം, കേട്ടിട്ടുണ്ടോ സൈക്കോസാമിനെ കുറിച്ചെന്ന് ചോദിക്കുന്ന നേരം അവർക്കറിയില്ല ആരാണ് ഈ സൈക്കോസാം എന്ന്. എന്തായാലും അവർക്ക് തന്നെ അറിയില്ല എന്ന് മനസ്സിലാവുന്ന നേരം പേടിക്കണ്ട, ഞാൻ നിങ്ങളുടെ ഫ്രണ്ടാണ്, എൻ്റെ പേര് സാം, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്നോളൂ എന്ന് ചോദിക്കും. എന്നാൽ നമ്മുടെ ആൾക്കാർക്ക് ഒരു പേടി, പറയാൻ പറ്റില്ല പോലീസുകാരെങ്ങാനും പറഞ്ഞിട്ട ആളാണോ ഇത്. എന്നാൽ അങ്ങേര് ഇങ്ങോട്ട് വിളിച്ചു പറയും, ഞാൻ നിങ്ങളെ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട്, പോലീസുകാർ നിങ്ങളെ പിടിക്കാനായിട്ട് നടക്കല്ലേ, പക്ഷെ ഞാൻ നിങ്ങളെ പോലീസുകാർക്ക് വിട്ടുകൊടുക്കില്ല, ഞാൻ നിങ്ങളുടെ ഫ്രണ്ടാണ്, പേടിക്കണ്ട എൻ്റെ അടുത്തേക്ക് വന്നോ എന്ന് പറഞ്ഞ് അവരെയും വിളിച്ച് അങ്ങേരുടെ ഷെൽട്ടറിലേക്ക് ചെല്ലും. ആദ്യം തന്നെ അവർക്ക് ബിസ്ക്കറ്റ് കഴിക്കാൻ കൊടുക്കുന്ന നേരം ആ ബിസ്ക്കറ്റ് ആണെങ്കിൽ പൂപ്പലെല്ലാം പിടിച്ച് 2010 എക്സ്പയറി കഴിഞ്ഞ ബിസ്ക്കറ്റ്. അങ്കിളാണെങ്കിൽ റിക്കിയുടെ കയ്യിൽ നിന്ന് അത് വാങ്ങി അവിടെ ഒളിപ്പിച്ചു വെക്കും. തൊട്ടു പിന്നാലെ സൈക്കോസാം വന്ന് രണ്ടുപേരുടെയും തലയിൽ ഒരു പാത്രം വെച്ച് നിങ്ങൾ പേടിക്കണ്ട കഴിക്കാനുള്ള ഭക്ഷണം റെഡിയായിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് ഭക്ഷണം റെഡിയാക്കും. ഞാൻ 15 വർഷമായി ഇവിടെ ജീവിക്കുന്നു, ഞാൻ നിങ്ങളെ ആരോടും പറഞ്ഞു കൊടുക്കില്ല, പോരെ, നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും ഇവിടെ ജീവിക്കാം. അങ്ങനെ അവർക്കും വാക്ക് കൊടുത്ത് അന്ന് രാത്രിയാവുന്ന നേരം ഉറങ്ങാനായിട്ട് കിടക്കും. എന്നാൽ റിക്കി എന്തോ എഴുതുന്ന കണ്ട് നീ എന്താണ് എഴുതുന്നതെന്ന് ചോദിക്കുന്ന നേരം ഞാനൊരു ഹൈക്കോ കവിതയാണ് എഴുതുന്നതെന്ന് റിക്കി തിരിച്ചു പറയും. എന്നാൽ അത് എനിക്കിവിടെ ഒന്ന് പാടിത്താ, രസമുണ്ടോ നോക്കട്ടെ എന്ന് അങ്കിള് പറയുന്ന നേരം അവൻ ആ കവിത പാടിക്കൊടുക്കും. അത് അങ്കിളിന്റെ കൂടെ അവൻ ജീവിച്ചതിന്റെ ഒരു കവിതയാണ്. അതിൽ അങ്കിളിന്റെ ഹെക്ടർ എന്ന പേര് കൂടെ കൂട്ടിച്ചേർത്തിട്ടാണ് അവൻ കവിത എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങർക്ക് വലിയ ഇഷ്ടമായി. അങ്ങര് പറയും, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എൻ്റെ പേരുള്ള ഒരു കവിത ഞാൻ കേൾക്കുന്നത്, എനിക്ക് എന്തായാലും ഇഷ്ടമായി എന്ന് പറയും. പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുന്ന റിക്കി അവന്റെ കുടുംബത്തിന്റെ ചിത്രം വരച്ചോണ്ടിരിക്കുകയാണ്. അങ്കിളും ആന്റിയും അവന്റെ ട്യൂപ്പാ ഡോഗും എല്ലാമായിട്ടുള്ളൊരു ചിത്രം. അപ്പോഴാണ് ദൂരെയുള്ള ചില്ലകളെല്ലാം മെല്ലെ മെല്ലെ അനങ്ങുന്ന പോലെ അവന് തോന്നുക. അവൻ ദൂരേക്ക് നോക്കും, എന്താന്ന് മനസ്സിലാവില്ല. പിന്നെയും കുറച്ച് കഴിയുമ്പോഴാണ് ഓരോ പുല്ലിൻ്റെ ഇടയിൽ നിന്നും മരത്തിൻ്റെ സൈഡിൽ നിന്നും ഒക്കെ ആയിട്ട് പോലീസുകാർ മെല്ലെ മെല്ലെ അടുത്തേക്ക് വരുന്ന കാണുക. അയ്യോ വലിയേട്ടാ പോലീസ് എന്ന് പറഞ്ഞ് അവൻ പെട്ടെന്ന് തന്നെ അങ്കിളിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് പോലീസ് വരുന്നുണ്ടെന്ന് പറയും. അങ്കിള് കയ്യിൽ കിട്ടുന്നൊക്കെ എടുത്തിറങ്ങി ഓടിക്കുമെന്ന് പറഞ്ഞ് അകത്തേക്ക് ചെല്ലുമ്പോഴാണ് റിക്കിയുടെ ഫോൺ അവിടെ വയറിലെല്ലാം സാം എന്തോ ഒരു പരിപാടിയും ചെയ്ത് കുത്തിവെച്ചിരിക്കുന്ന കാണുക. നിങ്ങൾ എൻ്റെ ഫോണിൽ എന്താണ് ചെയ്തതെന്ന് സാമിനോട് ചോദിക്കുന്ന നേരം അങ്ങനെ പറയും, നിന്റെ ഫോൺ ഓഫായി കിടക്കായിരുന്നു, ഞാനത് റെഡിയാക്കി, ഇപ്പം 4 റേഞ്ച് വന്നിട്ടുണ്ടെന്ന്. ആ ഫോണും ട്രാക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ പോലീസുകാർ ഇവിടെ എത്തിയിട്ടുള്ളത്. അങ്കിള് സാമിനോട് രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിക്കുന്ന നേരം അങ്ങേര് പറയും, നമുക്കിപ്പോൾ ഒരു ജെറ്റ് പാക്ക് വാങ്ങിയാലോ, അതൊന്നും വാങ്ങാൻ പറ്റില്ലല്ലോ. അങ്ങേര് എന്തോ പിരി പോയിട്ട് എന്തോ വിളിച്ചു പറയാണ്. വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്ന നേരം എൻ്റെ വീടിൻ്റെ അടിയിൽ കൂടെ ഒരു തുരം കണ്ട് നമുക്ക് അതിൽ കൂടെ രക്ഷപ്പെടാമെന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് താഴെ ഉണ്ടായിരുന്ന പലകയെല്ലാം മാറ്റി നോക്കുന്ന നേരം അവിടെയൊന്നുമില്ല. അപ്പോഴാണ് അങ്ങേർക്ക് ഓർമ്മ വരിക, ആ തുരങ്കം ഇതുവരെ അങ്ങേര് കുഴിച്ചിട്ടില്ല. സാമു പറയും, ഇനി വേറെ വഴിയൊന്നുമില്ല, ചത്ത പോലെ കിടന്നാൽ മതിയെന്ന് പറഞ്ഞ് അവിടെ ചത്ത പോലെ കിടക്കും, മരിച്ച പോലെ കിടക്കും. അങ്കിൾ അവന്റെ കോളർ പിടിച്ച് ബുദ്ധിയുള്ളവർക്ക് എങ്ങനെയും രക്ഷപ്പെടാൻ പറ്റിയൊരു വഴി ഇവിടെ ഉണ്ടോന്ന് ചോദിക്കുന്ന നേരം അവൻ പറയും, ക്രംബി നിങ്ങളെ രക്ഷിക്കുമെന്ന്. ക്രംബി എന്താന്ന് വെച്ചാൽ അവിടെ ഉണ്ടായിരുന്ന പുല്ലെല്ലാം മാറ്റി നോക്കുമ്പോഴാണ് കാണുക അതൊരു കാറാണ്. വെറും കാറല്ല, 4x4 വലിയെന്തോ ഒരു കാറാണ്, എന്തോ ഒരു വലിയ കാറാന്ന് സാമെല്ലാം പറഞ്ഞു കൊടുക്കും. എന്നാൽ റിക്കിയാണ് അത് ഓടിക്കാൻ ചാടി കയറിയിരിക്കുക. അവന്റെ കുരുത്തക്കേടിൽ പെട്ട പരിപാടിയൊക്കെ ആണല്ലോ, ആളുകൾ നിർത്തിയിട്ട വണ്ടികളെല്ലാം എടുത്ത് ഓടിക്കുന്ന പരിപാടി. എന്നാൽ അങ്കിള് പറയും, നിനക്ക് ഓടിക്കാനൊന്നും അറിയില്ല. അപ്പോഴേക്ക് അവൻ സ്റ്റാർട്ടാക്കി കഴിഞ്ഞു. അത് കാണുന്ന നേരം അങ്കിളിന് മനസ്സിലായി അവൻ എന്തൊക്കെയോ ഒരു കഴിവുണ്ട്. അങ്ങനെ അങ്കിളും അവന്റെ തൊട്ടടുത്ത് കയറിയിരിക്കും. തൊട്ടു പിന്നാലെ അവന്റെ ട്യൂപ്പക്ക് ഡോഗും കാറിന്റെ തൊട്ട് പിന്നിലേക്ക് ചാടി കയറിയിരിക്കും. എന്നാൽ ഈ സൈക്കോ സാം അവരുടെ കൂടെ വരുന്നില്ല. അതെന്താന്ന് ചോദിക്കുന്ന നേരം പറയും, ഞാൻ ഈ പോലീസുകാരെല്ലാവരെയും തീർത്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാം, അതോടെ നിങ്ങൾ ആദ്യം തന്നെ പോയി രക്ഷപ്പെടും. അങ്ങേര് വാക്ക് കൊടുത്താണല്ലോ ഇവരെ പോലീസിന് പിടിപ്പിക്കില്ലാന്ന്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റിക്കി അവിടുന്ന് കാർ ഓടിച്ചു പോകും. അങ്ങനെ കുത്തിമറിഞ്ഞ് സർക്കസൊക്കെ കളിച്ചു പോകുന്ന കാറാണെങ്കിൽ ആ വേട്ടക്കാരുടെ മുന്നിൽ കൂടെയാണ് പോകുന്നത്. അവർ മിരട്ടി വിട്ട വേട്ടക്കാരില്ലേ, അവരുടെ മുന്നിൽ കൂടെയാണ് പോകുന്നത്. അവരാണെങ്കിൽ കാറ് കാണുമ്പോൾ തന്നെ, അതിൽ റിക്കിയെ കാണുമ്പോൾ തന്നെ അവരുടെ തൊട്ട് പിന്നാലെ വെച്ച് പിടിക്കും. എന്നാൽ കുറച്ച് ദൂരം പോയി ഒരു വലിയ മൈതാനത്ത് എത്തുന്ന നേരം റിക്കി പെട്ടെന്ന് തന്നെ കാറ് നിർത്തും. ദൂരേക്ക് നോക്കുന്ന നേരം ഒരു പട പോലീസുകാർ കാറിൽ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് അവൻ അങ്കിളിനോട് ചോദിക്കും. അങ്കിള് പറയും, വേറെ എന്ത് ചെയ്യാൻ, ഏതായാലും ഇത്രയൊക്കെ ആയില്ലേ, ഇതിന്റെ പെട്രോൾ തീരുന്നവരെ നമുക്ക് ഓടിക്കാന്ന് പറയും. അങ്ങനെ റിക്കി വീണ്ടും വണ്ടി ഓടിച്ചു പോവാണ്. അവനാണെങ്കിൽ പെരുത്ത ഓടിക്കലാണ്, വണ്ടി ചാടാത്ത ചാട്ടമൊന്നുമില്ല. അങ്ങനെ വലിയൊരു മൈതാനത്തിൽ കൂടെ ഓടിച്ചു പോകുമ്പോഴാണ് പിന്നിൽ ഒരു പട പോലീസ് കാറുകളും ഹെലികോപ്റ്ററും എല്ലാം കൂടെ വലിയ ടാങ്കുകൾ വരെ ഇപ്പൊ അവരെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു അപ്പാപ്പനെയും കുട്ടിയെയും പിടിക്കാൻ ഒരു യുദ്ധത്തിനുള്ള പോലീസ്
പോലീസുകാർ അവരെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. ഹെലികോപ്റ്ററും ടാങ്കും ഒക്കെ ആയിട്ട് അങ്ങനെ വരികയാണല്ലോ. അങ്ങനെ അവരുടെ അടുത്തേക്ക് ഒരു ടാങ്ക് എത്തുമ്പോഴാണ് അതിൽ ആരാന്ന് മനസ്സിലാവുക. അതിൽ അമ്മച്ചിയും ആ പോലീസുകാരനുമാണ് ഉള്ളത്. അമ്മച്ചി പെട്ടെന്ന് തന്നെ ഉറക്കെ വിളിച്ചു പറയും, റിക്കി നീ വലിയൊരു അപകടത്തിലേക്കാണ് പോകുന്നത്. നീ ഇപ്പൊ വണ്ടി നിർത്തിയില്ലെങ്കിൽ നീ ജീവിച്ചിരിക്കുമെന്ന് പോലും എനിക്ക് പറയാൻ പറ്റില്ല. ദൂരേക്ക് നോക്ക്, പട്ടാളക്കാർ ഗണ്ണുമായിട്ടാണ് നിൽക്കുന്നത്. ദൂരെയായിട്ട് പട്ടാളക്കാർ ടാങ്കും എല്ലാം വെച്ച് ഗണ്ണൊക്കെ ആയിട്ട് കാത്തിരിക്കുകയാണ്. എന്നാൽ റിക്കി അമ്മച്ചിയൊന്നും പറയുന്നത് കേൾക്കാതെ നേരെ പട്ടാളക്കാരുടെ അടുത്തേക്കാണ് ചെല്ലുക. അവര് ഗണ്ണായിട്ട് നേരെ നിൽക്കുന്ന നേരം, എയിം ചെയ്ത് നിൽക്കുന്ന നേരം അവൻ പെട്ടെന്ന് തന്നെ കാർ ഡ്രിഫ്റ്റ് ചെയ്ത് തിരിച്ച് പിന്നിലേക്ക് ഓടിക്കും. എന്നാൽ തൊട്ട് പിന്നാലെ പോലീസുകാരുകളും ഡ്രിഫ്റ്റ് ചെയ്ത് തിരിഞ്ഞ് നിൽക്കുന്ന നേരം തൊട്ട് പിന്നിൽ വരുന്ന കാറുകൾ ആ കാറിനെ ഇടിച്ച് മറിഞ്ഞു വീഴും. സത്യം പറഞ്ഞാൽ ഒരു ചെറിയ പയ്യൻ കാരണം വലിയ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ടീമിന്റെ തൊട്ട് പിന്നാലെ ഇപ്പൊ പോലീസുകാരുകളൊന്നുമില്ല, തൊട്ടു പിന്നാലെ ഹെലികോപ്റ്ററുകൾ ഉണ്ട്. അവർ റോട്ടിലേക്കും റോട്ടിൽ നിന്ന് പുറത്തേക്കും ഒക്കെ ഓടിച്ച് പല വഴിക്ക് പോകുന്ന നേരം അങ്കിൾ അവനോട് പറയും, റിക്കി വണ്ടി നിർത്ത്, എനിക്കിനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല, ഞാൻ അവർക്ക് പിടിവെടുക്കാൻ പോവാണ്, വണ്ടി നിർത്താന്ന് പറയുന്ന നേരം റിക്കി പറയും, നിങ്ങൾ എന്താ പറയുന്നത്, ഇത്രയും നേരം നമ്മൾ രക്ഷപ്പെടാനല്ലേ ശ്രമിച്ചേ, ഇനി അവസാനം വരെ നമ്മൾ അത് തന്നെ ചെയ്യൂ. അങ്കിൾ അവനോട് വീണ്ടും പറയുന്നുണ്ടെങ്കിലും അവനതൊന്നും മെയിൻ ചെയ്യാതെ തൊട്ട് മുന്നിലായിട്ട് കാണുന്ന ഒരു മതിൽ, ഒരു ഷീറ്റിന്റെ മതിലേക്കാണ് ഇടിച്ചു കയറ്റുക. അത് ഇടിച്ചു കഴിയുമ്പോൾ തന്നെ കാറ് മറിഞ്ഞ് അവർ താഴെ വീണു. അതൊരു വലിയ ആക്രിക്കടയാണ്. അവിടെ ആളുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആർക്കും പ്രശ്നമൊന്നും ഉണ്ടായില്ല. കാറിൽ നിന്ന് എന്തെങ്കിലും പറ്റിയെന്ന് വിചാരിക്കുന്ന നേരം നമ്മുടെ അങ്കിളുണ്ട് കൈയും കാലും ഒക്കെ വേദനിച്ച് പുറത്തേക്ക് ഞെങ്ങി ഞെരുങ്ങി എഴുന്നേറ്റ് വരുന്നു. തൊട്ട് പിന്നാലെ റിക്കിയും കാറിൽ നിന്ന് ഇറങ്ങി ഗണ്ണെല്ലാം ലോഡ് ചെയ്ത് അങ്കിളിനോട് റെഡിയായി നിൽക്കാൻ പറയും. എന്നാൽ അങ്കിള് പറയും, റിക്കി ഇതൊന്നും ഒരു കുട്ടിക്കളിയല്ല, നീ നിന്റെ സ്വപ്ന ലോകത്താണ് ജീവിക്കുന്നത്, യഥാർത്ഥ ലോകം ഇങ്ങനെയൊന്നുമല്ല, അവര് നമ്മളെ കണ്ട വെടിവെച്ച് കൊന്നുകളയും. റിക്കിക്ക് അത് സഹിക്കാൻ പറ്റില്ല. അപ്പോഴേക്ക് പോലീസ് ഫോഴ്സ് അവിടെ എത്തി. അവർ ഗണ്ണുമായിട്ട് മെല്ലെ അകത്തേക്ക് കയറി വരും. അന്നേരം അമ്മച്ചി വിളിച്ചു പറയും, അക്രമമൊന്നും കാണിക്കാതെ പെട്ടെന്ന് തന്നെ സറണ്ടർ ആവാൻ, കീഴടങ്ങാൻ പറയും. അങ്കിള് പറയും, റിക്കി നീ നിന്റെ ഈ അഭ്യാസം ഒന്ന് അവസാനിപ്പിക്കുക, നീ ഏതോ ഒരു സ്വപ്ന ലോകത്താണ് ജീവിക്കുന്നത്, യഥാർത്ഥ ജീവിതം ഇങ്ങനെയൊന്നും അല്ല. ഇത് കേൾക്കുന്ന റിക്കി, നിങ്ങളപ്പ രാജ്യദ്രോഹിയായി അല്ലേ, രാജ്യദ്രോഹി എന്ന് പറഞ്ഞവൻ ഗണ്ണ് മേലേക്ക് പൊട്ടിക്കും. എന്നാൽ പോലീസുകാർ വിചാരിക്കുക അങ്കിളാണ് ഷൂട്ട് ചെയ്തതെന്നാണ്. അതുകൊണ്ട് തന്നെ അങ്കിള് വിളിച്ചു പറയും, ഞാനല്ല ഷൂട്ട് ചെയ്തത്, ഇത് ഇവനാണ് ഷൂട്ട് ചെയ്തതെന്ന് വിളിച്ചു പറയും. അന്നേരാണ് റിക്കി വിളിച്ചു പറയാ, ഇങ്ങനെ ഒരു പീഡകനാണേ, ഇങ്ങനെ എന്നെ പീഡിപ്പിച്ചേന്ന്. ഇത് കേൾക്കുന്ന അമ്മച്ചി വിളിച്ചു പറയും, റിക്കി അതെനിക്കറിയാം, നീ സേഫ് ആയിരിക്കും, ഞാൻ നിന്നെ രക്ഷിക്കാനാണ് ഇങ്ങോട്ട് വന്നേ. ഇത് കേട്ട് പേടിക്കുന്ന അങ്കിള് പെട്ടെന്ന് തന്നെ കൈ ഹാൻഡ്സപ്പിലിട്ട്, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തില്ല, ഇവൻ കള്ളം പറയാണേന്ന് പറഞ്ഞ് മെല്ലെ പുറത്തേക്ക് ഇറങ്ങി വരും. സറണ്ടർ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി വരും. അന്നേരം തൊട്ടു പിന്നിൽ റിക്കി ഗൺ എയിം ചെയ്ത്, നിങ്ങൾ എങ്ങോട്ടും പോകുന്നില്ല എന്ന് പറയും. അപ്പോഴേക്ക് പോലീസുകാരെല്ലാവരും അങ്കിളിനെ എയിം ചെയ്ത് കഴിഞ്ഞു, ഇനി ഷൂട്ട് ചെയ്താൽ മാത്രം മതി. അന്നേരമാണ് അതിന്റെ ഇടയിൽ അങ്കിളിനോട് ദേഷ്യമുള്ള ആ മൂത്ത വേട്ടക്കാരൻ ഗൺ എയിം ചെയ്ത് അങ്കിളിനെ ഷൂട്ട് ചെയ്യാനായിട്ട് നിൽക്കുന്നത്. ഇത് മനസ്സിലാവുന്ന അമ്മച്ചിയുടെ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരനില്ലായിരുന്നോ, അങ്ങനെ ഓടി വന്ന് അങ്ങേരെ തട്ടി മാറ്റും. എന്നാലും ഗണ്ണ് വേറെ എവിടെയൊക്കെ വെച്ച് പൊട്ടി. ആ ശബ്ദം കേട്ട് പേടിക്കുന്ന റിക്കിയുടെ ഗണ്ണും പൊട്ടും. അതിന്റെ ബുള്ളറ്റ് ആണെങ്കിൽ അങ്കിളിന്റെ തൊട്ട് പിന്നിലാണ് വന്ന് കയറുക. അപ്പോഴേക്ക് അമ്മച്ചി ഓടി വന്ന് റിക്കിയെ പിടിച്ച് സേഫ് ആക്കും. അങ്കിളാണെങ്കിൽ പിന്നിൽ ബുള്ളറ്റ് കയറിയതുകൊണ്ട് തന്നെ വേദന പിടിച്ചു നിർത്താൻ പറ്റാതെ പൊളഞ്ഞോണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്ക് പോലീസുകാർ രണ്ടുപേരെയും പിടിച്ച് പോലീസുകാരെ കൊണ്ട് ചെന്നിരുത്തും. അന്നേരം അങ്കിളിന്റെ കണ്ണില് നീ എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്തത് എന്നുള്ള ചോദ്യം തെളിഞ്ഞു കാണാൻ പറ്റും. റിക്കിയോടുള്ള ചോദ്യം തെളിഞ്ഞു കാണാൻ പറ്റും. അങ്ങനെ എല്ലാം അവസാനിച്ചു. പിന്നെ നമ്മൾ കാണുന്നത് റിക്കി കോടതിയിലാണ്. അവൻ ചെയ്ത കുറ്റങ്ങളെല്ലാം തുറന്നു പറഞ്ഞു, കുറ്റങ്ങളെല്ലാം സമ്മതിച്ചു. എന്നാൽ അവനൊരു ചെറിയ പയ്യനായതുകൊണ്ട് തന്നെ അവന്റെ പേരിൽ വേറെ കേസുകളൊന്നുമില്ല, അവന്റെ പേരിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ കോടതിയിൽ തന്നെ അവനെക്കുറിച്ച് സംസാരിക്കാൻ ആ കുതിരപ്പുറത്തുണ്ടായിരുന്ന പെൺകുട്ടിയില്ലായിരുന്നോ ലൈല, അവളും അവളുടെ അച്ഛനും അവിടേക്ക് വന്നിട്ടുണ്ട്. അവരാണെങ്കിൽ അവനെക്കുറിച്ച് നല്ലത് മാത്രമാണ് സംസാരിക്കുന്നത്. അവളുടെ അച്ഛൻ ഒരിക്കലും മോശം പറയില്ലല്ലോ, അത് നേരത്തെ നമ്മൾ കണ്ടതാണ്. റിക്കി ആണെങ്കിൽ അങ്കിളൊരു പീഡകനല്ല, അങ്ങേരെ എന്നെ പീഡിപ്പിച്ചിട്ടില്ല, എനിക്ക് തിരിച്ച് ഓർഫനേജിലേക്ക് തന്നെ പോകാൻ ഇഷ്ടമല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയെല്ലാം അങ്ങേരെക്കുറിച്ച് പറഞ്ഞേ. സത്യം പറഞ്ഞാൽ എനിക്ക് ഓർഫനേജിലേക്ക് തിരിച്ചു പോകണ്ട, എനിക്ക് വേറെ എങ്ങോട്ടേലും പോയാൽ മതിയെന്ന് അവൻ പറയും, എല്ലാം തുറന്നു പറയും. അന്നേരം കോടതി അവനോട് ചോദിക്കും, നീ വേറെ എങ്ങോട്ടാണ് പോവുക? അന്നേരാണ് ആ കുതിര പെൺകുട്ടി ലൈലയും അവളുടെ അച്ഛനും പറയാ, ഞങ്ങൾ അവനെ നോക്കിക്കോളാം, അവൻ ഞങ്ങളുടെ കൂടെ നിന്നോളൂ എന്ന്. റിക്കിക്കാണെങ്കിൽ അത് കേട്ട് വലിയ സന്തോഷമായി. അവന് പുതിയൊരു വീട്ടിലേക്ക് പോകാൻ പോവല്ലേ. അങ്ങനെ അവൻ അവരുടെ വീട്ടിലേക്ക് എത്തുകയും ചെയ്തു. ഇതേ സമയത്ത് നമ്മുടെ അങ്കിളാണെങ്കിൽ നിരപരാധിയാണെന്നെല്ലാം മനസ്സിലായപ്പോൾ റിക്കി അങ്ങേര് നിരപരാധിയാണെന്നെല്ലാം പറഞ്ഞല്ലോ, അതുകൊണ്ട് അങ്ങേര് ജയിലിൽ നിന്നും പുറത്തേക്ക് വിട്ടു. എന്നാൽ പുറത്തിറങ്ങി വരുന്ന അങ്ങേർക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല, നിൽക്കാനായിട്ടൊരു സ്ഥലമല്ലല്ലോ, പഴയ വീടല്ലാതെ വേറെ സ്ഥലമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് പോലീസുകാർ അങ്ങേരെ ഒരു വൃദ്ധസദനത്തിൽ കൊണ്ടു ചെന്നാക്കും. എന്നാൽ അങ്ങേർക്ക് അവിടെ ജീവിക്കാനായിട്ട് പറ്റില്ല, അവിടെ എല്ലാവരും പ്രായമായിട്ടുള്ള ആളുകളായതുകൊണ്ട് തന്നെ അങ്ങേർക്ക് അവിടെ തീരെ ഇഷ്ടപ്പെടില്ല. അങ്ങേർക്ക് ഈ കാടും മലയും കൃഷിയൊന്നും ഇല്ലാതെ ശരിയാവില്ല. ഇപ്പോഴാണെങ്കിൽ കൂടെ അങ്ങേരുടെ നായക്കുട്ടിയും ഇല്ലല്ലോ. പഴയ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരാനായിട്ട് നിന്ന അവിടെ വെച്ച് ഭാര്യയെക്കുറിച്ചുള്ള ഓർമ്മകൾ അങ്ങേര് വേട്ടയാടും. അതുകൊണ്ട് തന്നെ തിരിച്ചു വരാനും പറ്റില്ല, ആകെ കൂടെ പെട്ടൊരവസ്ഥയാണ്. എന്തേലും ആവട്ടെ എന്ന് വിചാരിച്ച് കയ്യിൽ കിട്ടിയ ഒരു പേപ്പറും എടുത്ത് വൃദ്ധസദനത്തിന്റെ മുന്നിൽ പടിയിൽ വന്നിരുന്ന് അത് വായിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ട് റിക്കി മെല്ലെ വരുന്നത്. എന്നാൽ അവനെ കാണുമ്പോൾ തന്നെ നമ്മുടെ ആൾ മെയിൻ ചെയ്യില്ല. അവനാണെങ്കിൽ ചെയ്തു പോയതിനെല്ലാം മാപ്പ് ചോദിക്കുന്നുണ്ട്, ചെയ്തു പോയ തെറ്റിനെല്ലാം മാപ്പ് ചോദിക്കുന്നുണ്ട്. എന്നാൽ അങ്ങേര് പറയും, നീ പറയുന്നൊന്നും എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല, എനിക്ക് എന്തോ പോലെ തോന്നുന്നു. അങ്ങനെ അവൻ അങ്കിളുടെ തൊട്ടടുത്ത് വന്നിരുന്ന് പറയും, ദേ ദൂരേക്ക് നോക്കൂ, അതാണ് എൻ്റെ പുതിയ ഫാമിലി, ഞാൻ അവിടെയാണ് ഇപ്പോൾ ജീവിക്കുന്നത്, നിങ്ങളും എൻ്റെ കൂടെ അങ്ങോട്ട് പോരുന്നോ,
നമുക്ക് കൃഷിയെല്ലാം ചെയ്ത് സന്തോഷമായിട്ട് അവിടെ ജീവിക്കാം. ദൂരെയായിട്ട് അവന്റെ പുതിയ കുടുംബം ലൈലയും അവളുടെ അച്ഛനും നിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും നമ്മുടെ ആളങ്ങോട്ടൊന്നും പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. അവസാനമായിട്ട് റിക്കി അവന്റെ കയ്യിലുണ്ടായിരുന്ന പുതിയൊരു ക്യാമറ കാണിച്ചു കൊടുത്ത് പറയും, നമ്മൾ ഒരുമിച്ച് അങ്ങോട്ട് പോയാൽ വംശനാശം സംഭവിക്കാറായ കിളിയുടെ ഫോട്ടോ എടുത്ത് നമുക്ക് രണ്ടുപേർക്കും ഫേമസ് ആകാമെന്ന്. എന്നാലും അങ്കിൾ അതൊന്നും മെയിൻ ചെയ്യില്ല. ഞാൻ നിന്റെ കൂടെ വരുന്നില്ല എന്ന് ഉറപ്പിച്ചു. അങ്കിളിനോട് എത്ര ചോദിച്ചാലും അങ്ങേര് വരില്ല എന്ന് മനസ്സിലാവുന്ന റിക്കി വേറൊരു വഴിയില്ലാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ നേരം അങ്കിള് പിന്നീന്ന് വിളിക്കും, ഞാൻ നിന്നെക്കുറിച്ചൊരു കവിത എഴുതിയിട്ടുണ്ട്, ഞാനത് പാടട്ടെ എന്ന് ചോദിച്ച് ആ കവിത പാടും. അതും ഒരു ഹൈക്കു കവിതയാണ്. അങ്കിള് റിക്കിയുടെ കൂടെ യാത്ര ചെയ്ത ഓർമ്മകളെല്ലാം കൂട്ടിച്ചേർത്തുണ്ടാക്കിയ ചെറിയൊരു കവിത. ഞാനും ഒരു തടിച്ച പയ്യനും ഞങ്ങൾ ഓടി, ഞങ്ങൾ ഭക്ഷണം കഴിച്ചു, ഞങ്ങൾ പുസ്തകങ്ങൾ വായിച്ചു, അത് ഏറ്റവും മികച്ചതായിരുന്നു. അതാണ് ആ കവിത. ആ കവിത അവനും വലിയ ഇഷ്ടമായി. അന്നേരം അങ്കിള് പറയും, സത്യം പറഞ്ഞാൽ എനിക്കിവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. അന്നേരം അവൻ ചോദിക്കും, നിങ്ങൾ എൻ്റെ കൂടെ വരികയാണോ? അതെ, ഞാൻ നിന്റെ കൂടെ വരാമെന്ന് പറയുന്ന നേരം അവൻ പറയും, അങ്ങനെയാണെങ്കിൽ എനിക്കൊരു റൂൾ ഉണ്ട്, ഞാൻ ഇനി മുതൽ നിങ്ങളെ ഹെക്ടർ എന്നല്ല അങ്കിൾ എന്നാണ് വിളിക്കുക, അത് പറ്റുമോ ചോദിക്കും. നമ്മുടെ ആളതിന് സമ്മതിച്ചു. അങ്കിൾ തിരിച്ചും എനിക്കും ഒരു റൂൾ ഉണ്ടെന്ന് പറയും. അതെന്താന്ന് ചോദിക്കുന്ന നേരം, നീ എന്നെ ഇനി ഷൂട്ട് ചെയ്യരുതെന്ന് പറയും. അത് കേൾക്കുമ്പോൾ അവൻ എന്തോ ഒരു വിഷമാകും. അവൻ ഓടിച്ചെന്ന് അങ്കിളിനെ കെട്ടിപ്പിടിക്കും. അതിൽ തന്നെയുണ്ട് ഞാൻ ഇനി മുതൽ നല്ലൊരു കുട്ടിയായിരിക്കുമെന്ന്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ആ മലയുടെ മേലെയുള്ള ഭംഗിയുള്ള ലൈലയുടെയും അവളുടെ അച്ഛൻ്റെയും വീട്ടിലെത്തി. അവിടുന്ന് അവർ രണ്ടുപേരും കൂടെ ആ പക്ഷിയെ ഫോട്ടോ എടുക്കാനായിട്ട് പോവുകയാണ്. വംശനാശം സംഭവിച്ചു എന്ന് എല്ലാവരും വിശ്വസിക്കുന്ന ആ കിളിയുടെ ഒരു ഫോട്ടോ എടുത്ത് അവർക്ക് രണ്ടുപേർക്കും ഫേമസ് ആകണം. അവരതിനാണ് പോകുന്നത്. പോകുന്ന വഴിക്കാണെങ്കിലും റിക്കി അവന്റെ ആഗ്രഹങ്ങളും അവന്റെ ഇഷ്ടകഥകളും എല്ലാം പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ പോകുന്നത്. അങ്ങനെ ആ കാട്ടില് കിളിയെ കണ്ടുപിടിക്കാൻ പോകുന്ന അവരെയും കാണിച്ചുകൊണ്ട് ഹണ്ട് ഫോർ ദ വൈൽഡർ പീപ്പിൾ എന്ന സിനിമ അവസാനിക്കുന്നു. സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. സിനിമ തുടങ്ങിയത് മുതൽ അവസാനിക്കുന്നവരെ ബോറൊന്നും അടിച്ചില്ല. നല്ല ത്രില്ലോടെ നല്ല രസത്തിൽ തന്നെ കണ്ടിരിക്കാൻ പറ്റി. എനിക്ക് എന്തായാലും സിനിമ വലിയ ഇഷ്ടമായി. അങ്കിള് വലിയൊരു മനുഷ്യനാണെങ്കിലും അങ്ങേർക്ക് കുട്ടികളുടെ മനസ്സാണ്. അതുകൊണ്ടായിരിക്കാം അങ്ങേര് റിക്കിയുടെ കൂടെ നടക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നത്. നമ്മുടെ ബെല്ല ആൻറ്റി സ്ക്രീനിൽ കുറച്ച് സമയം ഉണ്ടായിരുന്നെങ്കിലും ബെല്ല ആൻറ്റി ഇപ്പം അവരുടെ കൂടെ ഇല്ലല്ലോ എന്ന് ആലോചിക്കുന്ന നേരം നല്ല വിഷമമുണ്ട്. ബെല്ല ആൻറ്റി മനം കവർന്നളഞ്ഞു. എന്തായാലും സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യണം. എന്തായാലും നമ്മൾ ഇന്ന് കണ്ട സിനിമ ഇഷ്ടപ്പെട്ടവർ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാത്തവർ മറക്കാതെ കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. എന്നാൽ പിന്നെ നല്ലൊരു സിനിമയായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ. ഫിലിം ക്രോണിക്കിൾ.